ഇവന്റെ ആരാ വന്ന് മതിയല്ലേ? ശരി, തുടങ്ങാം. ഓക്കെ, ഒരു ക്ലാപ്പ് ചെയ്താണ്, എല്ലാവരും ക്ലാപ്പ് ചെയ്താണ്. ഓക്കെ, വെരി ഗുഡ്. ഒന്ന് ചെയ്താൽ മതി. റെഡി? ഒന്ന് ഒന്ന് ഒന്ന്. ഓക്കെ, രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ചെയ്യണം? വെരി ഗുഡ്. ചെയ്യണ്ട. രണ്ട് എന്നുള്ള ക്ലാപ്പ് ഇല്ല. റെഡിയാണോ? രണ്ട്. സന്തോഷം. മൂന്ന് എന്ന് പറഞ്ഞാൽ എത്ര ക്ലാപ്പ് ചെയ്യണം? രണ്ട്. അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന്, രണ്ട് പറഞ്ഞാൽ ക്ലാപ്പ് ഇല്ല, മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാപ്പ് ചെയ്യണം. റെഡി? ഒന്ന് ഒന്ന് ഒന്ന്, രണ്ട്, മൂന്ന് 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 മൂന്ന്, രണ്ട്. ഇസ്ലാം ഏതോ ഒരു ഇസ്ലാമോടെ പൊട്ടിയാണ്. ഞാൻ റെഡി? രണ്ട്. ഇപ്പൊ ആരാ ഉഷാറ്? റെഡി? ഒന്ന് ഒന്ന് ഒന്ന്, മൂന്ന് 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 മൂന്ന്, ഒന്ന് ഒന്ന് ഒന്ന്, രണ്ട്. രക്ഷിതാക്കളാ ജീവനില്ല ഉണ്ടോ? ഓക്കെ, രക്ഷിതാക്കൾക്ക് കുറച്ചുകൂടി അവസരം കൊടുക്കണം. അവരിങ്ങനെ വരുന്നുണ്ട്, അവരെ ഇരുത്താനും അവർക്ക് അതിനുള്ള സ്ഥലം ഒരുക്കുമ്പോൾ. ബാക്കിലുണ്ട് ബാക്കിലുണ്ട്, കയറിക്കോളൂ കയറിക്കോളൂ. ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് നിങ്ങൾ. ചോദ്യം ഇതാണ്: ഈ SSLC പരീക്ഷ എഴുതുന്നതിൽ കുട്ടികൾക്കാണോ പേടി, അതോ അമ്മക്കാണോ പേടി? അമ്മമാർക്കാണോ അച്ഛന്മാർക്കാണോ കൂടുതൽ പേടിയുള്ളത്? കുട്ടികൾക്കാണോ? അമ്മമാരും അച്ഛന്മാരും ഉത്തരം പറഞ്ഞാൽ മതി. ആർക്കാ പേടി? ടെൻഷനൊക്കെ ആർക്കാ? അമ്മമാർക്കാ ആണോ? അത് അച്ഛനാണോ? അച്ഛനും അമ്മക്കും ഉണ്ട്. കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? നല്ല രക്ഷിതാക്കൾ. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളുടെ അവസ്ഥ അറിയോ? ഇവരെന്താ പറഞ്ഞതെന്ന് അറിയോ? ഒരു ഭയങ്കര പേടിയില്ലാത്തതാണ്. നന്നായി പഠിച്ച ആൾക്കാർക്ക് പേടി ഉണ്ടാവോ? ഇല്ലേ? ഇല്ല. ഉണ്ടാവോ? നന്നായി ഫുൾ പരീക്ഷ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ചെറിയൊരു പേടി ഉണ്ടാവും. ചെറുത് അല്ലേ? ചെറുത്. ചില ആളുകൾക്ക് നല്ല പേടിയാണ്, ചില ആളുകൾക്ക് തീരെ പേടിയില്ല. SSLC പരീക്ഷ നടക്കാൻ പോകുന്നത് മാർച്ചിലാണ്. മാർച്ച് 3-ാം തീയതി. മാർച്ച് 3-ാം തീയതിയെ കുറിച്ച് ഇവർക്കൊക്കെ നല്ല ബോധമുണ്ട്. രക്ഷിതാക്കൾ മാർച്ച് 3-ാം തീയതിയെ കുറിച്ച് ടെൻഷൻ അടിക്കുകയോ വേണ്ട. മെയ് 3-ാം തീയതിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ മതി. മെയ് 3-ാം തീയതി റിസൾട്ട് വരുന്നുണ്ട്. മെയ് 3-ാം തീയതി മുതലാണ് ഇവരുടെ മെയിൻ പരിപാടികൾ ആരംഭിക്കുന്നത്. കുറെ ആൾക്കാർക്ക് അച്ഛനെയും അമ്മനെയൊക്കെ പിന്നെ പരീക്ഷയിൽ തോറ്റാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമല്ല, അത് ജയിച്ചിട്ടേ അടങ്ങുള്ളൂ, നല്ല മാർക്ക് വാങ്ങണം എന്നതാണ്. അച്ഛനമ്മമാര് നേരത്തെ വിളിച്ചോണ്ടാറുണ്ടോ? മക്കളെ നിങ്ങളെ വിളിച്ചോണ്ടാറുണ്ടോ? ഇല്ലേ? പക്ഷേ ഞാൻ ആരോടെ പറയുന്നത്? അല്ലടോ, നിങ്ങൾ വിളിച്ചോണ്ടാറുണ്ടോ? ഇല്ലേ? ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ട് പറയില്ല. ഉണ്ടല്ലേ? ഇവിടെ കൊഞ്ചിയമ്മക്ക് 5 മക്കളാണ്. ഇവിടെ ഉണ്ടാ അവിടുന്ന് പറയട്ടെ, നിങ്ങൾ വിളിച്ചോണ്ടാറുണ്ടോ? അല്ലേ? ഉണ്ട്. ഇല്ല. അതിലേതാ? ഉണ്ട്. ആ, പക്ഷെ നീക്കാറുണ്ടല്ലേ? നോക്കൂ, ഒരു 2 സമയത്തെ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ്. ഒരു 2020 ശേഷമുള്ള ജനറേഷൻ SSLC പരീക്ഷ എഴുതുന്നവരുടെയും പബ്ലിക് എക്സാം എഴുതുന്നവരുടെയും മൈൻഡ് സെറ്റ് 2 രീതിയിലാണ്. ഒന്ന്, SSLC പരീക്ഷ എഴുതുന്നവർ, +2 പരീക്ഷ എഴുതുന്നവർ, 2000 മുമ്പുള്ളവരൊക്കെ, 2000 മുമ്പ് പരീക്ഷ എഴുതിയവരൊക്കെ, 2020 മുമ്പ് പരീക്ഷ എഴുതിയവരൊക്കെ നേരത്തെ എണീക്കുകയും നേരത്തെ കടന്നുറങ്ങുകയും ചെയ്യുന്നവരായിരുന്നു 70%. എന്നാൽ 2020 ശേഷം SSLC എഴുതുന്നവർ, പബ്ലിക് എക്സാം എഴുതുന്നവരൊക്കെ രാത്രി എത്ര മണി വരെയും പഠിക്കും.
പക്ഷെ നേരത്തെ നീക്കാൻ ടെൻഡൻസി ഞാൻ ഇവരോടൊക്കെ ചോദിച്ചത് പോയി ടെൻഡൻസി മാറി. ഇനി നിങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും അറിയേണ്ട രണ്ട് രീതിയിലുള്ള പഠനക്കാരുണ്ട്. ഒന്ന് സ്ലോ ലേണേഴ്സ് ആണ്. സ്ലോ ലേണേഴ്സ് വളരെ സ്ലോ ആയിട്ടാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അവരുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് രണ്ട് റീഡേഴ്സ് ഉണ്ട്. ഒന്ന് ലവ് റീഡേഴ്സ് ആണ്. ലവ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉറക്ക വായിക്കും. അതിൽ ഏകദേശം പെൺകുട്ടികളൊക്കെ ലവ് റീഡേഴ്സ് ആണ്. ഒരു ഉറക്ക വായിക്കും. 4-ാം വായിക്കും, മാത്രമല്ല 14 മുതൽ 18 വരെ 2039 45 വരെ ഉറക്ക വായിക്കാം. എന്നാൽ ആൺകുട്ടികളോ സൈലന്റ് റീഡേഴ്സ് ആണ്. സൈലന്റ് റീഡേഴ്സിന്റെ പ്രത്യേകത എന്താ? അവർ വളരെ സൈലന്റ് ആയിട്ട് വായിക്കും, മൈൻഡിൽ വരും, രണ്ടാമത് റിപ്പീറ്റ് റീഡ് ചെയ്യും. ഇവരുടെയും കാറ്റഗറിയിലുള്ള പ്രശ്നം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വായിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവാൻ സാധ്യത. പക്ഷേ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നന്നായിട്ട് വായിക്കുന്നതിനെയും അപ്പുറത്ത് നന്നായി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഇനി അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ളത് 60 ദിവസം. ഈ 60 ദിവസത്തിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്താൽ പോരാ, നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ 60 ദിവസത്തെ ടാർഗറ്റ് ഇട്ടിട്ട് വേണം പഠിക്കാൻ. നമ്മൾ നമ്മുടെ മക്കളെ ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞയക്കുന്നു, അതുപോലെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. നല്ല പ്രതീക്ഷയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. ഇതിൽ ഗവൺമെന്റ് ജോലിയുള്ള രക്ഷിതാക്കളൊക്കെ കൈവയ്ക്കുക. ഗവൺമെന്റ് ജോലി വാങ്ങുന്ന രക്ഷിതാക്കൾ. സാർ ഏത് ഡിപ്പാർട്ട്മെന്റാണ്? ബാങ്ക് എവിടെ? മലപ്പുറം. ഏതാ സാറേ? ബാങ്ക് ഓഫ് ഇന്ത്യ. വെരി ഗുഡ്, താങ്ക് യു. മോനാണോ മോളാണോ? മോളെവിടെ? എനിക്കോ? എന്താ അടുത്ത നെക്സ്റ്റ് പ്ലാൻ? എവിടെ? എത്തിക്കാന സ്കൂൾ, മഞ്ചേരി എത്തിക്കാന സ്കൂൾ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? എന്തുകൊണ്ട് സയൻസ്? അച്ഛൻ പറഞ്ഞു എന്ന് ഞാൻ പുറത്ത്, അത് അച്ഛൻ പറഞ്ഞത് മാത്രമാണോ സയൻസ്? അച്ഛൻ എന്താ പറഞ്ഞത്? എന്തോ സയൻസിന്റെ ഓപ്പർച്യൂണിറ്റീസാണ് പറഞ്ഞത്. ഓക്കെ, അതിലേതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ചാൻസ് ഉണ്ട്. ഓക്കെ, മോർ ചാൻസ്. വെരി ഗുഡ്, 200. അടുത്ത ചോദ്യം. അപ്പൊ ഒരാൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും കൈവക്കണം? പ്രവാസികൾ ഇവിടെ ഒരാള്, 2 ആള്, 3. അതായത് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാസിമാരാണെങ്കിൽ, കുട്ടികളുടെ ഉപ്പമാര് അച്ഛന്മാര് പ്രവാസികളാണെങ്കിൽ അവരൊന്ന് കൈവക്കണം. പ്രവാസി എന്ന് പറയുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. ശരി. ഇവര് ബ്ലൂ ഷർട്ട്, നിങ്ങൾ പ്രവാസിയാണോ? കൈവെക്കണോ? ചോദ്യം ഇതാണ്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പ്രവാസി ലോകത്തേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ ആയ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കണമെങ്കിൽ അതിനോട് കാണണേ. ആന്റെ പറയണ്ട. ശരി, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കാൻ തയ്യാറാവുന്നില്ല? അവിടെ അവർ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അച്ഛനമ്മമാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന മേഖല നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അറിയുന്നവരെന്ന് കൈവയ്ക്കാൻ. നിങ്ങൾ പഠിച്ച ഏത് മേഖലയിലേക്കാണ് പോകുന്നത് എന്ന് അച്ഛനമ്മമാർക്ക് അറിയുന്നവർക്കൊന്ന് കൈവയ്ക്കാൻ. നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അറിയാം എന്നുള്ള മക്കളൊക്കെ ഒന്ന് കൈവച്ചാൽ. മോനെന്താ മേഖല? കൈതാ പറയും. MBA. മോന്റെ പേര് ഇഷിനോടെ. അതിന്റെ പേരന്റ് ആരാണ്? ഓക്കെ, നിങ്ങൾ പ്രവാസിയാണോ? ബാക്കിൽ നിങ്ങൾ പ്രവാസിയാണ്. എന്താ എന്റെ പാട്ട് പണി? എവിടെ? ഓക്കെ. ഇന്നും അടുത്ത ചോദ്യം ഇതാണ്, നമ്മളുടെ കുട്ടി ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നു, അതിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം, മോട്ടിവേഷൻ എന്നുള്ള വാക്കിനെ വിട്ടാണ്, അങ്ങനെയുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടാർജറ്റോ അല്ല ഞാൻ മോൻ
ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലാം ഒരു 10 വർഷം 2024 2034 നമ്മുടെ മക്കൾ എവിടെയാണ്, മകൻ എന്താണ്, ആ ഒരു ടാർജറ്റും ആ ഒരു വിഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൈയൊക്കെ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടാർജറ്റ് ഉള്ളവർ, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ കൈവച്ച് വേണ്ട. 5 കൊല്ലത്ത് ടാർഗറ്റ് ഉള്ളവരുണ്ടെങ്കിൽ കൈവച്ച് 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും, എന്തായിരിക്കും ടാർഗറ്റ്? അമ്മമാരത് കൈവച്ചാൽ അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് ഉള്ള ഇത് എവിടെയുള്ളൂ അറിയോ? ഇങ്ങനെ ടാർഗറ്റ് ഇല്ലാത്ത ജനറേഷൻസും ഇങ്ങനെ ടാർഗറ്റ് ഇല്ലാത്ത പേരൻസും ഉള്ളത്. എന്താ മോനെ പറയണ? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അത് പണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ ബാക്കത്തെ ബെഞ്ചിന്റെ തൊട്ട് മുമ്പുള്ള ആൾക്കാർ ചോദ്യം ചോദിച്ചാൽ ഓങ്ങനെ തിരിഞ്ഞു നമ്മൾ തിരിഞ്ഞു നോക്കല്ലോ. അതേമാതിരി ഞാൻ വിചാരിച്ചോ എന്നെ നോക്കണം, ഓങ്ങനെ കാക്കണം, ഞാൻ വിചാരിച്ചു ഇന്നെയാണ്, സോറി ഇന്നെയല്ല, തീർച്ചയായും ഈ ഒരു ജനറേഷൻ എവിടെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഈ ജനറേഷൻ മാത്രമല്ല, ഈ ഒരു മക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഏത് ഭാഗത്ത് മാത്രം. തെക്കൻ ജില്ലയിലേക്ക് നിങ്ങൾ പോകും. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ്, അതായത് ഇപ്പൊ ഡിസംബർ ആണോ ഒക്ടോബറിൽ, തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലുള്ള കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ സംസാരിച്ചു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ആ ഒരു പാരന്റ്സ്, ISROയിൽ ജോലിയുള്ള കുറെ പാരന്റ്സ് ഉണ്ട്. അവരുടെ ഒരു സുഹൃത്താണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ചെല്ലുന്നു, സംസാരിക്കുന്നത്. ഞാൻ പാരന്റ്സിനോട് എന്താണ് നെക്സ്റ്റ് 10 ഇയർ പ്ലാൻ? 90% പാരന്റ്സും ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക്, അതുപോലെ നെക്സ്റ്റ് പ്ലാൻ അവർ കറക്റ്റായിട്ട് അവതരിപ്പിച്ചു. നമ്മളുടെ മക്കൾക്കും ആ സാധനമില്ല, നമുക്കും ആ സാധനം. ഇതിന്റെ പരാജയം എവിടെയെന്നറിയോ? 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പറയും 3 ഓപ്ഷൻസ് ഉണ്ട്: കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്. ഏതിന് പോകണം? കുട്ടിക്കും അതെന്നാ അറിയുന്നത് അവിടെയാണ്. 4ാം ക്ലാസ് വരെ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ പരിസര പഠനമായി പഠിച്ചിരുന്ന ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് സയൻസ് 2 ഉണ്ടെന്ന് അറിയുന്നത്. ഒന്ന് സോഷ്യൽ സയൻസും ഒന്ന് അടിസ്ഥാന ശാസ്ത്രവും ജനറൽ സയൻസും. അത് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഓൻ തിരിച്ചറിയുന്നത് ഇത് ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, ബയോളജി ആയി. അപ്പോഴാണ് ഞെട്ടുന്നേ. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുത്ത് പഠിക്കണതാണ്. അപ്പോഴാണ് അറിയുന്നത് അതിൽ ബയോളജിന്റെ തന്നെ ജിയോളജി ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജി, പിന്നെ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട് എന്നാണ്. ഇത് എവിടെ മുതൽ നിങ്ങൾ ഇതിന്റെ ടാർഗറ്റ് ഇടുന്നോ അവരെത്തും. ഞാൻ ഒരാളോട് ചോദിച്ചു ഗവൺമെന്റ് ബസ് ഉണ്ടോന്ന് അറിയാനാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. 2 കാരണങ്ങളാണ്. ആ ഒരു പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. ചില ആളുകൾ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടായിരിക്കും അവരത് മുന്നോട്ട് പോകും. പ്ലാൻ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടികൾക്കും ആ സാധനം ഉണ്ടാവില്ല. നമുക്കൊരു പ്ലാൻ, നിങ്ങൾ വരച്ച വരയും കൂടെ തന്നെ കുട്ടികൾ പോകണമെന്ന് വാശി എടുക്കണമെന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവർ സഞ്ചരിച്ചോളന്നില്ല. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് അവരുടെ സ്കിൽ എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്. മറിയം ജുമാന എന്നുള്ള പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു. ആ കുട്ടിയുടെ പേരന്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞു. മറിയം ജുമാന ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് മറിയം ജുമാന ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഏറ്റവും പിറകിലിരുന്ന കുട്ടിയാണ്. എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് പേര് ചോദിക്കുകയോ പറയുകയോ അറിയുകയോ ചെയ്ത കുട്ടിയൊന്നുമല്ല. പക്ഷെ എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുന്ന് നിന്ന് ചെങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെങ്ങര UP സ്കൂളിൽ വരുമ്പോഴാണ് ആ കുട്ടി പറയുന്നത് മാഷങ്ങളുടെ ക്ലാസ്സിൽ ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു. ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയപ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ആ കുട്ടിയുടെ പ്ലാന് എനിക്കറിയാമായിരുന്നു. അത് പറയുന്നത് ആ സ്കൂളിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് എന്നോട് ആ കുട്ടിയുടെ പ്ലാൻ ഒന്നും ഇങ്ങനെ ഫേമസ് ആവുന്നോ, ഏതോ ഒരു കുട്ടി പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത മാത്രമേ. പക്ഷെ തിരിച്ചറിയുക, ആ പ്ലാനിന്റെ ചിന്തക്ക് കൂടെ നിന്ന ആളുടെ പേരാണ് അച്ഛൻ, അമ്മ, മദ്രസ അധ്യാപകനായ പിതാവ്, സാധാരണ ഹൗസ് വൈഫായ ഒരു മാതാവ്. അവരുടെ മകൾക്ക് ഉണ്ടായ ഒരു ചിന്തയെ
പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആളുടെ പേരാണ് ഉമ്മ, അമ്മ, അച്ഛൻ, ഉപ്പ. 50 ലക്ഷം രൂപ ഇപ്പൊ ഏകദേശം എക്സ്പെൻസ് വരും. പൈലറ്റ് ആവണമെന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ഏകദേശം 50 ലക്ഷം രൂപ അടുത്ത എക്സ്പെൻസ് വരും. പക്ഷേ അത് ഉണ്ടാക്കാൻ അവർക്ക് കഴിയൂലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ. ഞാനിപ്പോ ഒരു കഴിഞ്ഞ ക്ലാസ്സിലായപ്പോ +2 ജാമ്യ ഇടവണയിലെ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുറെ കുട്ടികൾ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരെ കൈയൊന്നിക്കാൻ ഒരു 5-8 കൈയൊന്നിച്ചു. അതെന്താ ഈ വിമാനമണിയത്തിന്റെ ഇത് കിട്ടുന്നില്ല, ആ ഒരു ഹൈലൈറ്റ് കിട്ടുമെന്ന് കണ്ടിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ഹോട്ടലിൽ കയറിയ ആദ്യം നമ്മളെന്താ നോക്കുക, അപ്പുറത്തോളം കിട്ടുന്നത് ഒരു പൊറാട്ടയാണ്, നമ്മളും പൊറാട്ട. നമുക്കൊരു പ്ലാനൊന്നും ഉണ്ടല്ലോ. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാർ പൈസ 500 രൂപയുള്ളൂ, അത് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് ഇന്ന സാധനം ഓർഡർ ചെയ്താൽ മതി, ഇത് പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പ്രൈസ് ടാഗ് നോക്കൂല, നല്ല സമ്പത്തൊക്കെ ഉള്ളവർ പ്രൈസ് ടാഗ് നോക്കൂല, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെ എന്ന് പറയുമ്പോഴും നമ്മൾ ലാസ്റ്റ് പൊറാട്ടയൊക്കെ എത്തുക. നോക്കൂ, അടുത്തുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചല്ല നിങ്ങളെ രൂപകൽപ്പന ചെയ്യേണ്ടി. നമ്മുടെ മക്കളെ നമ്മൾ രൂപകൽപ്പന ചെയ്യേണ്ടി. നമ്മുടെ മക്കളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ മക്കളുടെ വീക്ക്നെസ് എന്താണ്. Don't believe in your luck. Don't believe in your luck. Believe in your skill and strength. നിങ്ങൾ ഭാഗ്യത്തിലല്ല വിശ്വസിക്കേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയാം, ഡോണ്ട് ബിലീവ് യുവർ ലക്ക്. ബിലീവ്, വിശ്വസിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇൻ യുവർ സ്കിൽ, നിങ്ങളുടെ സ്കിൽ ആൻഡ് സ്ട്രെങ്ത്, നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നോക്കൂ, ഈ 10ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുന്ന കുട്ടിയുടെ മുമ്പിൽ കുറെ ടാർജറ്റ് ഒന്നുമില്ല. 10ാം ക്ലാസ്സിൽ നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം എന്നാണ് ഷോർട്ട് ടൈം ഗോൾ. അതന്നെയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. പക്ഷെ പേരൻസ് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, മക്കൾ കൂടി അതിന് ആത്മാർത്ഥമായി ശ്രമിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ കുറെ സംസാരിച്ചില്ല, കുറെ കുട്ടികൾ വളരെ വളരെ ജെന്യൂനായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തും ചെയ്യും. ആരും സങ്കടപ്പെടേണ്ട, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾ എന്തായാലും ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു സാധനം വേണം, ഒരു കോഡ് വേണം. കോഡ്, ലൈഫിൽ ഒരു കോഡ് വേണം. ഒന്നാമത് C-ആണ്, കോൺഫിഡൻസ്. കോൺഫിഡൻസ്, കോൺഫിഡൻസ്. 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ അടുത്ത് ജില്ലാ കളക്ടർ മോഹൻദാസ് സർ വിളിച്ചിട്ട്, എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ, മഞ്ചേരി തഹസിൽദാർ വിളിച്ചിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് ഒരു ക്ലാസ്സിന് പോയി. മഞ്ചേരി വെച്ചിട്ടാണ് നടന്നത്, കോടതിയുടെ ഇതിൽ വെച്ചിട്ട്. അവിടെ വെച്ച് നടന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് മുഴുവൻ. ഞാൻ അവരുടെ പേരൻസിനോട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ആ രക്ഷിതാക്കളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കൂ, നമ്മൾ പോകേണ്ടതും നമ്മൾ മുന്നോട്ട് നിൽക്കേണ്ടതും നമ്മൾ സംസാരിക്കേണ്ടതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ്. നമ്മളുടെ ഈ പാരന്റിങ്ങിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇന്നലെയുള്ള നമ്മൾ ഇന്നുള്ളവരോട് ഇന്നലെ കുറിച്ച് പറയാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ചെരുപ്പില്ലേ, എന്റെ അംജദ് ഖാനോട് പറഞ്ഞപ്പോ അംജദ് ഖാൻ പറഞ്ഞെന്താന്നോ, ഞാൻ പറഞ്ഞു ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചെരുപ്പില്ലേ. അപ്പൊ അംജദ് ഖാൻ പറഞ്ഞു നമുക്ക് സൂസ് ഇട്ടൂടെ. ഇവിടെ ഇപ്പൊ 2-3 ഒരാണ് വീട്ടിലുള്ള ഓലെ അതറിയില്ല. അപ്പൊ ഇന്നലെയുള്ള നമ്മൾ ഇന്നുള്ളവരോട് ഇന്നലെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ നാളെയെ കുറിച്ച് പറയണം. ഞാൻ ഇന്നലെ കുറിച്ച് പറയണ്ടെന്നല്ല പറഞ്ഞ് നാളെയെ കുറിച്ച്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകം വരാണ്. ചെറിയ ആളുകൾ, നിങ്ങൾ വിചാരിക്കുന്ന കുട്ടികള്, നിങ്ങൾ വിചാരിക്കുന്ന, ഞാനൊക്കെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും അപ്പുറത്തേക്ക് പോകും. ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ മാർക്ക് കുറവുണ്ട് വെച്ചാണ്ട് ആ സബ്ജക്റ്റ് മാത്രമല്ല, പക്ഷെ അതിന് മകളിലേക്ക് പോകണം. അത് പോകണം എന്നുള്ള ചിന്ത ആർക്ക് വേണം? മക്കൾക്ക് വേണം. ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ മക്കളെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് പുതിയ കാലത്ത് വരാൻ പോകുന്ന അപ്ഡേഷൻസ് മാറി. ഒരു കാലത്ത് ATM കാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. എൻ്റെ കൂടെ ഉണ്ടായിട്ട് ദിൽഷാദിനൊക്കെ ATM കാർഡ് ഉണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരം. ഞാൻ SBIയിൽ പോയിട്ട് വേഗം വാങ്ങിയ ഒരു ATM കാർഡ് +2 കഴിഞ്ഞപ്പോൾ. പാൻ കാർഡ് എടുത്തു. ഇന്ന് ആ സാധനത്തിന് ഇപ്പം ഞാൻ ഉപയോഗിക്കണില്ല. നമ്മളെന്താ ഉപയോഗിക്കുന്നത്? ഗൂഗിൾ പേ, പിന്നെ ഫോൺ പേ,
പേടിഎം. എന്താ അതിന്റെ കാരണം? ടെക്നോളജി മാറി. ഇനിയും വേണ്ട, അതിന്റെ ഉപയോഗങ്ങളില്ലാന്നല്ലേ ഞാൻ പറഞ്ഞു. ടെക്നോളജി മാറി. ഇനി വരാൻ പോകുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനറേഷന്റെ താഴെയുള്ള ആൾക്കാർ നിങ്ങളെക്കാൾ അപ്ഡേറ്റഡ് ആണ്. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ ബാക്കിൽ വരാൻ പോണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം മാറ്റിക്കല്ല. നിങ്ങൾ ഏത് വഴിയാണ് പുതിയ കാലത്തെ ട്രെൻഡ് പേരൻസിനൊക്കെ അറിയുന്നതാണ്. പുതിയ കാലത്ത് ഞാൻ ഒരു സ്കൂളുണ്ടായത് അനുഭവം പറയും. അതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. രക്ഷിതാക്കളും 90% ഫേസ്ബുക്ക് കേൾക്കാനാണ്. യൂട്യൂബും ഫേസ്ബുക്കും അല്ലേ. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന രക്ഷിതാക്കളൊക്കെ കൈയൊന്നിച്ചാൽ 1 2 3 4 വെരി ഗുഡ്. ഇനി കുട്ടികളോടാണ് ചോദ്യം. മക്കളെ, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ കൈയൊന്നിച്ചാൽ നേരിടും. റെഡി? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കൈയുടെ തലയുടെ മുകളിൽ ഒന്ന് ക്ലാപ്പ് ചെയ്യണം. റെഡി? 1 വെരി ഗുഡ്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തതൊന്നും കൈവച്ചാൽ കുട്ടികൾ രക്ഷിതാക്കൾ ചോദ്യമില്ല. ഇൻസ്റ്റാഗ്രാം നിന്റെ ചോദ്യം ഇതാണ്. ഇൻസ്റ്റാഗ്രാം എന്താന്ന് രക്ഷിതാക്കൾക്ക് അറിയാലല്ലേ. നിന്റെ അടുത്ത ചോദ്യം കേൾക്കുമ്പോ കൈ പൊക്കണേ. സത്യങ്ങൾക്ക് നല്ല കുട്ടികളല്ലേ? ശരി, നിന്റെ അടുത്ത ചോദ്യം ഇതാണ്. ഇൻസ്റ്റാഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കൈ വെച്ചാൽ അതൊക്കെ ഇപ്പൊ എങ്ങനെ പറയാ? തിരക്കില്ലല്ലോ. ഞാൻ അഥവാ അറിയാൻ പറഞ്ഞു തരാം. എന്താ അതിന്റെ പ്രശ്നം? ഇനി ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണോ? നിങ്ങൾ കുറച്ച് അറിയണം. എന്തെങ്കിലും പ്രശ്നം ക്യാമറമാൻ ഇവിടെ നിർത്തും. എന്തെങ്കിലും കുറച്ച് പ്രശ്നം പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിച്ചാണ് സുഖം. കാണാൻ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? രക്ഷിതാക്കൾ കാണാൻ കഴിയില്ല. ID വർക്ക് ഉണ്ടാവുകയാണ്. ഇൻസ്റ്റാഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഗൂഗിളിൽ കയറും, ഇൻസ്റ്റാഗ്രാം ആപ്പ് പോലും. ഈ അടുത്ത് ഒരു കുട്ടീനെ പിടിച്ചു. തമാശ പറഞ്ഞാണ്ട് നടക്കുക. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി, അപ്പോ 7ാം ക്ലാസ്സിലെ കുട്ടിയാണ്. തമാശ രൂപേണ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടിയോട് ക്രഷ് അപ്പൊ വിചാരിച്ചിട്ട് എങ്ങനെ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു കത്ത് എഴുതിയോ? അപ്പൊ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓട്ടോഗ്രാഫ്. അപ്പൊ ഞാൻ കുറെ ഡാഷ് വൈബിളുള്ള ആളാണല്ലോ. ഏത് അന്ധവൈബ്, അമ്മാവൻ വൈബ്. കഥ പറഞ്ഞാലും മനസ്സിലാവാന്ന് എനിക്കറിയാം. ആ വാക്കിംഗ് ഉപയോഗിക്കാൻ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്കറിയാം കുറച്ചുകൂടി താന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചില്ലേ? അതിൽ കിട്ടിയത് അപ്പൊ എനിക്ക് ആകാംക്ഷയായി. അപ്പൊ ഇൻസ്റ്റ ഇവർ താഴെയുള്ള ജനറേഷൻ ഉപയോഗിക്കുന്ന സാധനം എന്താ നിങ്ങൾക്കറിയാം? സ്നാപ്ചാറ്റ്. അത് ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ കൈവരിച്ചാണ് ഇപ്പൊ കേൾക്കല്ലേ? വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. സ്നാപ്ചാറ്റ്. ഞാൻ സ്നാപ്ചാറ്റില് അങ്ങനെ ഞാൻ ചെന്നു. ഈ സ്നാപ്ചാറ്റിനെ പ്രത്യേകത 3-4 സെക്കൻഡൊക്കെ അതിൽ നിൽക്കുള്ളൂ. നിങ്ങളിട്ട ഫോട്ടോ കുറച്ച് ഞാൻ ഡിം. അങ്ങനെ ഞാനെന്ത് ചെയ്തു? സ്നാപ്ചാറ്റ് കയറി അങ്ങനെ അതിനെ കുറിച്ച് പഠിച്ചു വന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിനോട് പറഞ്ഞു, സ്നാപ്ചാറ്റ് ആണല്ലേ? അതിനോട് പറഞ്ഞു അല്ല. അപ്പൊ ഞാൻ തകർന്നു. എനിക്കും അറിയില്ല. ഞാൻ കുറേ ചോദിച്ചു വേറെ എന്തെങ്കിലും ആപ്പ്. അപ്പൊ കുട്ടി എന്തൊരു സാധനം ഉണ്ട്, അതാണോ? അല്ല. പിന്നെ അങ്ങനെ കുറേ ചോദിച്ചു, ഇല്ല. അവസാനം ഞാൻ കിട്ടി. ഞാൻ അവളോട് പറഞ്ഞു, അന്ന് ഞാൻ കണ്ണടച്ചോ, അതിൻ്റെ ഉള്ളിലുള്ള എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഓടിനോട് ഗൂഗിൾ പേ. എന്താണ് ഗൂഗിൾ പേ? എന്താ ട്രെൻഡ്? ഗൂഗിൾ പേന്റെ ട്രെൻഡ് എന്താ? നമ്മളെന്തിനാ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പേരൻസ്? എന്തിന്? പൈസ അയച്ചാൽ സ്കാൻ ചെയ്യാനോ എടുക്കാനും. കുട്ടികളെന്തിനാ ഉപയോഗിക്കുന്നത്? മെസ്സേജ് അയക്കാനും. അതിന് അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. സത്യത്തിൽ ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. ഞാൻ നമുക്ക് അവാർഡ് തരേണ്ടി വരും. അപ്പോൾ വരെ ഞാൻ മാത്രമല്ല, എല്ലാവരും തന്നെയാണ്. ഇനി എൻ്റെ പേരൻസിനോട് ഇത് അന്നത്ര ആൾക്കാരുണ്ട്. 1 2 3 ചാറ്റ് ചെയ്യണമെന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലേ? ശരി, ഇതിന്റെ ചോദ്യം ഇതാണ്. ഇതിന്റെ താഴെയുള്ള ജനറേഷൻ ഇതിനേറെ അപ്ഡേറ്റഡ് ആണ്, വയലൻസ് ആണ്, പിന്നെ ഡോണാണെന്നൊക്കെയാണ് പല സാധനം. ശരി, ഇനി പോകാം. പേരൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഈ വർഷം SSLC പരീക്ഷയ്ക്ക് ഇനി 60 ദിവസം. ഈ 60 ദിവസത്തിലേക്ക് ടാർഗറ്റ് ഇട്ടാൽ ഇവർ പഠിക്കുന്നതിനൊരു സമയം ഇവർക്ക് നിങ്ങൾ കൊടുക്കണോ ഇല്ലേ? 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കുട്ടിയെ അടിച്ച് ഇരുത്തി കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഉണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? ഞാൻ ഇങ്ങോട്ടല്ലേ ഉണ്ടോ അല്ലേ രക്ഷിതാക്കളെ? ഉണ്ടോ അല്ലേ? ഉണ്ടോ? ഉണ്ടില്ല. ഇല്ല ഉണ്ട് അഭിപ്രായമുള്ളവരാരില്ല. പഠിച്ചിട്ടില്ല. ഞാൻ കുറച്ച് അഭിപ്രായമുള്ള ആളാ. ഇങ്ങനെയുള്ളവരൊന്നും എഴുതിച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ വെക്കും. ശരി, എന്റെ ചോദ്യം ഇതാണ്. നമ്മളുടെ മക്കള് ലൂസി ഫെയർ ആണെങ്കിൽ വലിയ പ്രശ്നമാണ്. അതായത് ഭയങ്കര ലൂസി, അതായത് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ആണെങ്കിൽ മതി, ആ പഠിച്ചോളം നിർബന്ധമൊന്നുമില്ല. എന്തിനാ കുറെ പഠിക്കണത്? കുറെ മാർക്ക് കിട്ടിയിട്ട് എന്താ? ഇവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ടാർഗറ്റാണ്, ഒരു ഗോൾ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മക്കൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് നമ്മളെ പേരൻസ് നിങ്ങളോട് പഠിക്കണം ചെയ്തോ എന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്ന് അറിയാം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ നിങ്ങളെക്കാൾ ജീവിതാനുഭവമുള്ളവരാണ്. അവർക്കറിയാം നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ്, ജോലിയില്ലാത്ത അവസ്ഥയെക്കുറിച്ച്, അതുപോലെ തന്നെ മറ്റുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് പേരൻസ്. ഒരു 90% പേരൻസും അത് അനുഭവിച്ചവരും. അതുകൊണ്ടാണ് അവർ മക്കളോട് പറയുന്നത് ചെയ്തോളി. പക്ഷെ മക്കൾ എന്ത് ചെയ്യില്ല, അപ്പം അത് മനസ്സിലാക്കില്ല, ചെയ്യില്ല. എന്നാൽ ചില ബുദ്ധിയുള്ള ആളുകൾ, പഠിക്കാൻ ബുദ്ധിയുള്ളവരെന്നാണ് ഞാൻ പറയുന്നില്ല, ചില ഇന്റലക്ച്വൽ പ്രോസസ്സിലേക്ക് വന്ന ആളുകൾ അവരെന്താ ചെയ്യുന്നറിയോ? ഈ കാര്യത്തെ മനസ്സിലാക്കില്ല. എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന തിരിച്ചറിവുള്ള ആളുകൾ ആ മക്കളെന്ത് ചെയ്യും? നന്നായിട്ട് ഫോക്കസ് ചെയ്യും. ഫോക്കസ്. ജീവിതത്തിൽ ഒരു കോഡ് വേണം. ആ കോഡ് എന്ന് പറയുന്നത് ഒന്ന് കോൺഫിഡൻസ് ആണ്, 2 ഓപ്പർച്യൂണിറ്റിയാണ്. അവസരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. 3 ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ അത് വേണം, അത് നിർബന്ധമാണ്. ഡിസിപ്ലിൻ സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുന്ന ഡിസിപ്ലിനോ, വാദം സംസാരിക്കാതിരിക്കുന്ന ഡിസിപ്ലിനോ അല്ല. പഠനത്തിലൊരു ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ചിട്ട, നിഷ്ഠ, ഒരു ചിട്ട വേണം. എത്ര മണിക്ക് എണീക്കുന്നു നോക്കൂ. 4 മണി മുതൽ 5 മണി വരെയാണ് ബ്രഹ്മമുഹൂർത്തത്തിലെ 3-ാം യാമം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു സമയത്തെയാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിം ഗ്രന്ഥങ്ങളിലും ഏറ്റവും കൂടുതൽ ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് പറയുന്നു. ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷി ജീവജാലങ്ങളൊക്കെ അതിന്റെ തീറ്റ തേടി പറന്നു പോകുന്ന സമയം, ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന സമയം, രണ്ടും നടക്കുന്നത് ആ സമയത്താണ്. സംസാരിക്കുന്നത് ഒന്ന് ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണം നടക്കുന്ന സമയമാണ് ഈ ഒരു സമയം. 4 to 5, 6 വരെയുള്ള ആ ഒരു പ്രഭാതത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനനവും നടക്കുന്നത്. നോക്കൂ, ഈ 2 സമയവും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സമയത്തിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ വർക്ക് ചെയ്ത സമയം അത് തന്നെയാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. നേരത്തെ എണീക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഈ സമയത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ വിളിച്ചുണർത്തിയാൽ ആദ്യം മുഖം കഴുകുകയോ കാല് പല്ലേക്കിക്കോ ഒന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കളെ വിളിച്ചുണർത്തിയാൽ മക്കൾ എണീറ്റാൽ ആദ്യം പോയി കഴുകേണ്ടത് കാലാണ്. ആദ്യം പോയി കഴുകണം. കാലിൻ്റെ ഭാഗത്തു നിന്നാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യുകയും തലച്ചോറിലേക്ക് വേഗത്തുകയും ചെയ്തു. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കാല് കഴുകാനുള്ള ഒരു ടെൻഡൻസി. അതൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും. ഞാൻ ചെറിയ കുട്ടികൾ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ടായി. ഇവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾ ഉണരാനാണ് ഉണർന്നതെങ്കിൽ, ഉണർന്ന് പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ആദ്യം കഴുകേണ്ടത് കാലാണ്. കൈകൾ കഴുകണം. അതിന് തർക്കമൊന്നുമില്ല. കൈകൾ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന അറിയില്ല. കൈകൾ കഴുകണം. പക്ഷെ ഉണരാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് കാല് കഴുകുക എന്നുള്ളത്. മനോഹരമായി കാലുകൾ കഴുകിയതിന് ശേഷം കഴുകുക, പല്ലേക്കുക, മുദ്രയ്ക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട 1ാമത്തെ കാര്യം പഠിക്കാനിരിക്കുക.
അതിന് മനസ്സുണ്ടാവുക. ദൈവമേ ഞാനിരിക്കുക കുറച്ച് സമയം ഇരിക്കുക, എനിക്ക് നല്ല ഒരു പ്രാർത്ഥനയുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഘടകമാണ്. ഇനി എത്രമേൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിലും അവരും തന്നെ ചിന്തിക്കുന്ന പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞിട്ട് അവർ തുടങ്ങാം. എനിക്കറിയാവുന്ന മതവിശ്വാസമില്ലാത്തതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അയാൾ പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആ ഒരു സത്യമുണ്ടല്ലോ, ആ സത്യത്തിനോട് പുഞ്ചിരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് തുടങ്ങുമെന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, മക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നേരത്തെ എണീക്കുക, കാല് കഴുകുക, ഫ്രഷ് ആയിട്ട് ഇരിക്കുക. ഒരു 4 മണിക്ക് അലാറം വെക്കുന്ന ആളുകളുണ്ടാവും, 5 മണിക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ 1 മണിക്കൂറാണ് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ളത് 3 ദിവസമാണ് പരീക്ഷക്കുള്ളത്. നിങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ളത് 3 ദിവസമാണ്. 24, 24, 24 3 ദിവസം, 24 മണിക്കൂറുള്ള 3 ദിവസം. ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ് സബ്ജക്റ്റുകൾ നിങ്ങൾ കാണാപാഠം പഠിക്കരുത്, എഴുതി പഠിക്കണം, പരീക്ഷ എഴുതി പഠിച്ചോളൂ. ഫിസിക്സും കെമിസ്ട്രിയും, ഫിസിക്സ് പഠിക്കേണ്ടത് ചെയ്ത് പഠിക്കണം. മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. മാത്സ് രാത്രിയല്ല ചെയ്യേണ്ടത്, പകലാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഹിസ്റ്ററി നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ആ വിഷ്വലാണ്. നിങ്ങൾ പാഴ്ശിരാജ എന്ന് പറയുമ്പോൾ പാഴ്ശിരാജയുടേക്കാൾ മുഖം വരുന്ന മമ്മൂട്ടിയുടെ സിനിമയാണ്, മമ്മൂട്ടിയുടെ പേരാണ്. അതാണ് ഈ വിഷ്വൽ ലേണിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നവർ കാണാം. പൂക്കോട്ടൂർ കലാപം എന്ന് കേൾക്കുമ്പോഴേക്ക് അതിന്റെ ഹിസ്റ്ററികൾ അറിയണം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററികൾ അറിയണം. ജിയോഗ്രഫി പഠിക്കുമ്പോഴും വിഷ്വലൈസേഷൻ ഭയങ്കര പ്രധാനമാണ്. ഇനി കെമിസ്ട്രി പഠിക്കേണ്ടത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാപ്പാഠം തന്നെ പഠിച്ചു വന്നു. അതിന് മെമ്മറി പവറിനും മെമ്മറിക്കും പ്രാധാന്യമുണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് കുറെ പഠിച്ചതിനല്ല പരീക്ഷ എന്ന് പറയുന്നത്, പരീക്ഷകൾ നന്നായിട്ട് എഴുതുന്നതിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങളെ വിലയിരുത്തൽ നിങ്ങളുടെ മെമ്മറി പവർ മാത്രമല്ല, നിങ്ങളുടെ എഴുത്ത് കൂടിയാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ കുറേ പഠിക്കുന്നതിന് പകരം ആവശ്യമുള്ളത് പഠിച്ച് നന്നായിട്ട് എഴുതും. അപ്പൊ നന്നായിട്ട് എഴുതണമെങ്കിൽ നല്ലോണം പഠിക്കണം. പരന്ന വായന ഉണ്ടായാൽ നല്ല അറിവുണ്ടാവും. ആ അറിവുകൾ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം, ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം. ഒരാൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ അതിന് നോക്കുമ്പോൾ അതിന്റെ മെമ്മറി ടെക്നിക്ക് ഞാൻ പറയും. ഒരാള് ഇപ്പൊ സമയം 11-10 മണിയാന്ന് വിചാരിച്ചോളൂ. 10 മണിക്ക് ഒരു കാര്യം പഠിച്ചാൽ അടുത്ത 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം. 4 മണിയാകുമ്പോഴേക്കും റിപ്പീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അയാൾ 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ അയാളുടെ 60% അയാളുടെ മൈൻഡ് സെറ്റിൽ അത് ഉണ്ടാവും. ഒരാൾ ഒരു കാര്യം പഠിച്ചു, അത് 12 മണിക്കൂറിനുള്ളിൽ റിപ്പീറ്റ് ചെയ്താൽ 50-50 ചാൻസ് അയാൾക്കുണ്ട്. സാധാരണ നോർമൽ റേഞ്ചിൽ മെമ്മറി പവർ ഉള്ള ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞത് 12 മണിക്കൂറിനുള്ളിൽ മിനിമം അയാളത് റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ അയാളുടെ മൈൻഡ് സെറ്റിൽ ആ സാധനം ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ എണീറ്റാൽ മാത്രം പോരാ, ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ലിമിറ്റ്, കണ്ടിന്യൂ. SSLC ഞാൻ കുട്ടികളോട് പറഞ്ഞു, രക്ഷിതാക്കളെ ഇന്ന് വീട്ടിൽ പോയിട്ട് താല്പര്യമില്ല രക്ഷിതാക്കൾ ആ സാധനം ഉണ്ടാക്കണം. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ലിമിറ്റ്, കണ്ടിന്യൂ. എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്താ ലിമിറ്റ് ചെയ്യേണ്ടത്, എന്താ കണ്ടിന്യൂ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടി തീരുമാനിക്കുമ്പോൾ ഒലപ്പമാണ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. വെറുതെ കിടന്നുറങ്ങണത്. പെൺകുട്ടികൾ പഠിക്കാതിരുന്ന ശബ്ദം വയറോട് വരുന്നു, തീറ്റൊരു മെയിൻ ഘടകയാണ്. അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് കുറച്ച് കടല വാങ്ങിക്കൊടുക്കും. പഠിക്കാനിരിക്കുമ്പോ അങ്ങനത്തെ ഉപകരണങ്ങൾ മാറ്റി വെച്ച് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കണം. 15 മിനിറ്റ് 20 മിനിറ്റ് വരെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ ആ 20 മിനിറ്റിന്റെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മുറുക്ക് അല്ലെങ്കിൽ ഒത്തിരി വെള്ളമെങ്കിലും തൊണ്ടക്കുഴി വരേണ്ട ഇറങ്ങണം. ബ്രെയിൻ വർക്ക് ചെയ്യും. രണ്ടാമത്തെ കാര്യം, 45 മിനിറ്റ് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടി 40 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ചെറിയ എക്സസൈസ് ചെയ്യണം. മോനെ വിളിച്ചാൽ വല്ലതും അറിയില്ല, കേട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. 45 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാം, അതിലാണ് ഉറങ്ങിയതല്ല. ശരി, ആ 5 മിനിറ്റ് ഉണ്ടല്ലോ, ആ 5 മിനിറ്റ്
ആ 5 മിനിറ്റാണ് ഭയങ്കരം. ഈ എക്സസൈസ് ചെയ്യണം. ബ്രെയിൻ ജിം എക്സസൈസ് എന്ന് പറയുന്ന സാധനങ്ങൾ യൂട്യൂബിൽ എടുത്ത് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റെഡി 1 2 3 സ്റ്റാർട്ട്. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കണം. മെല്ലെ പുറത്തുക. ഒന്നുകൂടി മെല്ലെ. ബ്രെയിൻ ജിം എക്സസൈസുകൾ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള സാധനം. മാക്സ് 7 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതിലുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി അതിലുണ്ട്. അതിൽ മെഡിറ്റേഷൻ്റെ ഒരു 60 ആക്ടിവിറ്റി അതിൽ ഒന്ന് അതിലുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് റീകൗണ്ട് ചെയ്യാം. 60 മുതൽ 1 വരെ കൗണ്ട് ചെയ്യും. നോക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ശരി, റെഡി. 1 മിനിറ്റ്. ഇനി റെഡി 1 2 3. ഒന്ന് നേരെ എന്താണ് ഞാൻ 1 പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം. എല്ലാവരും ചെയ്യണേ. ഒറ്റ ക്ലാപ്പ്. റെഡി 1 1 1 2 2 3. ഓക്കെ, റെഡി. നിങ്ങൾ ചെയ്യേണ്ട നേരെ ഇരിക്കുക. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ ഒന്ന് കണ്ണടക്കുക. റെഡി 1 2 3 സ്റ്റാർട്ട്. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ ഒന്ന് കണ്ണടക്കുക. ഇനി അവിടെ നിങ്ങൾ കണ്ണണം. ഞാൻ പറയുന്നത് മുതൽ എല്ലാവരും കണ്ണടച്ചിട്ടുണ്ട്. ആരും കണ്ണുറക്കണ്ട. റെഡി. ചില ആളുകൾക്ക് കണ്ണടക്കാൻ പ്രയാസം ഉണ്ടാവും. 2 കാര്യങ്ങളുള്ളവർക്കും കണ്ണടക്കാൻ പ്രയാസം ഉണ്ടാവും. കോൺസെൻട്രേഷൻ കിട്ടാൻ. 1 ബ്ലഡ് പ്രഷർ ഉള്ളവർ, 2 ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, 3 ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ. ഇവർ 3 പേർക്കും കണ്ണിനെ അടച്ച് കുറച്ച് നേരം നമ്മളിലേക്ക് നോക്കാൻ പ്രയാസമുള്ളവരുണ്ട്. ശരി, റെഡി 1 2 3 സ്റ്റാർട്ട്. 60 59 58. ഇനി 1 വരെ ഉണ്ടല്ല മെനു. കണ്ണു റൗണ്ട് ചെയ്ത് കഴിഞ്ഞവർ കണ്ണു. തുറന്നോ? ഈ 60 വരെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണിയവർ കൈ ഒന്നിച്ച്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാന്നുള്ളതാണ് 1ാമത്തെ കാര്യം. നോക്കൂ, ഇതൊക്കെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ്. ശ്രദ്ധിച്ചോളി. ആരാന്നറിയോ? ഇപ്പൊ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണ് വെർച്വൽ ഓട്ടിസം. ഇതൊന്ന് ശ്രദ്ധിക്കണമെന്നുണ്ട്. വെർച്വൽ ഓട്ടിസം. എന്താ വെർച്വൽ ഓട്ടിസത്തിന്റെ പ്രത്യേകത? ചെറിയ കുട്ടികളിൽ വരെ വെർച്വൽ ഓട്ടിസം ഉണ്ട്. ഓട്ടിസം എന്ന് പറയുന്നത് നമുക്കറിയാം. 15 16 18 വയസ്സായ കുട്ടികൾ, 2 3 4 വയസ്സുള്ള കുട്ടികളുടെ ജീവിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവരുടെ ജീവിത രീതിയിലേക്ക് പോവുകയും ചെയ്യാം. ഓട്ടിസമുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ ബുദ്ധിയും അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്പെഷ്യൽ ചൈൽഡ് എന്നാണ്. ഒരു സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ ഈ അടുത്ത് വെർച്വൽ ഓട്ടിസത്തിൻ്റെ ഭയങ്കര ഘടകമുണ്ട്. ഈ കോവിഡിൻ്റെ ശേഷം നമ്മുടെ മക്കളിലൊക്കെ കണ്ടുവരുന്നത് വെർച്വൽ ഓട്ടിസത്തിൻ്റെ വലിയ കാര്യം. 20 25 മിനിറ്റ് നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. തുടർച്ചയായി ഞാനും നിങ്ങളും അടക്കം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിലേക്ക് പതിയെ വന്നുകൊണ്ട് നോക്കൂ. ഈ വെർച്വൽ ഓട്ടിസത്തിന്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് 20 25 മിനിറ്റ് ചെറിയ കുട്ടികളും വലിയ കുട്ടികൾക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഒരു കണ്ണിമ വെട്ടാതെ പുറത്തേക്ക് പോലും നോക്കാതെ അതിലേക്ക് നോക്കിയിരിക്കുകയും അവരുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുകയും പോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആവുകയും അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി കുട്ടികളിൽ കാണിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുക,
പെട്ടെന്ന് എടുത്ത് ചാടുക, ബാക്കിയുള്ള ആൾക്കാരോട് ഒരു ഇഷ്ടമില്ലാതിരിക്കുക, അടുത്ത കുടുംബക്കാരോ അയൽവാസികളോ വന്നാൽ അവരോട് സംസാരിക്കാതിരിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാതിരിക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരോട് ദേഷ്യം പ്രകടിപ്പിക്കുക, ഒരു കാര്യത്തിലേക്ക് കുറച്ച് സമയം ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഇന്ന് കുട്ടികളിലേക്കും അതുപോലെ തന്നെ ജനറേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെർച്വൽ ഓട്ടിസം അപകടകാരിയാണ്, തിരിച്ചറിയുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അതിന് സമയം നിശ്ചയിക്കുക. നിങ്ങളും ഇത് തിരിച്ചറിയുക. കണ്ണിൻ്റെ കാഴ്ചക്ക് പോലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. 3-4 മണിക്കൂറുകൾ അഡിക്റ്റഡായി ഇരുന്ന് അത് ഉപയോഗിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോൺ 1 മണിക്കൂറോ 15 മിനിറ്റോ 20 മിനിറ്റോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ ഒന്ന് തിരിച്ചു വാങ്ങിയാൽ ആ കുട്ടി ഭയങ്കര അഗ്രസീവ് ആവുകയാണ്, ദേഷ്യപ്പെടുക, അടിക്കുക, അറുക്കുക. ഒരു മാതാവിനെ ഈ അടുത്ത് നിങ്ങൾ ചെയ്തത് കണ്ടില്ലേ? എന്താണ് ഇതിന്റെ കാരണം? ഇത് വലിയൊരു അപകടമാണ്. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ കുറവ്. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ചെയ്തപ്പോൾ ഒരു 20 കുട്ടികളോളം കോൺസെൻട്രേറ്റഡ് അല്ല. 11-12 കുട്ടികൾ, ആൺകുട്ടികൾ ശ്രദ്ധ ഉള്ളവരല്ല. എന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തിട്ടുണ്ടാവും. ശ്രദ്ധ ഉള്ളവരല്ല. എന്തതിന്റെ കാരണം? ഞാൻ ഇത് വെറുതെ പറയല്ലേ, പെൺകുട്ടികളില്ല എന്നാണോ? നോക്കൂ, ഈ അടുത്ത് എൻ്റെ ക്ലിനിക്കിൽ വന്ന കുട്ടി മാതാവിനെ അടിക്കുകയാണ്, നിരന്തരമായി അടിക്കുക. ചെറിയ അടിയൊന്നുമല്ല, പരിക്കേൽപ്പിക്കുകയാണ്, ക്രൂരമായി പെരുമാറുകയാണ്. മാതാവ് കുട്ടിലേക്ക് വന്നു, കുട്ടിയോട് സംസാരിച്ചു. കുട്ടി പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷനാണ്. ഫോൺ അഡിക്ഷനിൽ നിന്ന് ഒരു വിദ്യാലയത്തിൻ്റെ ടോയ്ലറ്റിൽ എഴുതി വെച്ച 3 വാക്കുകൾ കാണുകയും അത് യൂട്യൂബിൽ അടിക്കുകയും അതിലൂടെ അതിലേക്ക് എത്തുകയും പിന്നീട് അതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തുകയും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് പ്രകാരം അവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. ആ കുട്ടിക്ക് ലക്ഷ്യബോധമില്ല, ആ കുട്ടിക്ക് എന്തിനാ പഠിക്കണമെന്ന് അറിയില്ല. ഇനി ആ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്യാം. 4-5 പ്രാവശ്യം കൗൺസിൽ ചെയ്തപ്പോൾ കുട്ടി ഇങ്ങനെ റിക്കവർ ചെയ്ത് വരും. എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മക്കളെക്കാൾ വലിയ പേടിയിട്ടുള്ള രക്ഷിതാക്കളോടാണ്. രക്ഷിതാക്കൾ അറിയാതെ ഈ സോഷ്യൽ മീഡിയൻ്റെ നെറ്റ്വർക്കിലും ഈ ചിലന്തി വലിയ കൊത്തുകൊടുത്തു. നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നമ്മളൊരു 1-2-3 മിനിറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്ന് കരുതും. സ്റ്റാറ്റസ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതും. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് വരാമെന്ന് കരുതും. പിന്നെ നമ്മളെ 15-20 മിനിറ്റിൽ നിന്ന് 1 മണിക്കൂറിലേക്ക് പോവാണ്. കുട്ടികളുടെ അവസ്ഥ അതിലേറെ. കുട്ടികൾ 15-20 മിനിറ്റൊന്നുമല്ല, അവർ ഗൂഗിൾ പേ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, അതിൻ്റെയൊക്കെ അപ്പുറം BTS ആർമിയും ബ്ലാക്ക് പിങ്കും അതിൻ്റെയൊക്കെ വേറൊരു ലോകത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ലോകത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നല്ലൊരു ഗോൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ലൊരു ഡിസിപ്ലിൻ. കോഡിൻ്റെ D എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. C കോൺഫിഡൻസ്, O ഫോർ ഓപ്പർച്യൂണിറ്റി, D ഫോർ ഡിസിപ്ലിൻ, E ഫോർ എംപത്തറ്റിക്കൽ മൈൻഡ് സെറ്റ്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ചോദിക്കണം, രക്ഷിതാക്കളെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരൊക്കെ കൈവന്നിച്ചാൽ വെരി ഗുഡ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരെ കൈവന്നിച്ചാൽ വെരി ഗുഡ്. ഞാൻ എനിക്കുമല്ല, എൻ്റെ കുട്ടികൾക്കുമല്ല, ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? 2 ഉത്തരങ്ങളാണ് വന്നത്. വേറെ എന്തെങ്കിലും ഉത്തരത്തേക്ക് പറയാം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി ആണ് ജീവിക്കുന്നവർ എന്നുള്ളവരുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നവർ എന്നുള്ളവരെന്ന് കൈവിട്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് പറയണം. ശരി, വെരി ഗുഡ്, കൈതാത്തിക്കോളൂ. ചോദ്യം ഇതാണ്, ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ല ജീവിക്കേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ മാത്രമല്ല ജീവിക്കേണ്ടത്. ഞാൻ ജീവിക്കേണ്ടതും ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടിയല്ല. ഞാനും നിങ്ങളും ജീവിക്കേണ്ടതും ജീവിച്ച് തീർക്കേണ്ടതും ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്. എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, അല്ലേ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും തീർക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ ജീവിക്കേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും ജീവിച്ച് അനുഭവിപ്പിക്കേണ്ടതും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, നമ്മളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാവണം, നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയാവണം. എന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ജീവിക്കുകയും ജീവിച്ചു തീർക്കുകയും പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്യും. നമ്മുടെ വലിയൊരു പ്രശ്നം എന്താ?
നമ്മുടെ അച്ഛനമ്മമാരെ മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുന്ന മക്കളാണ് പുതിയ കാലത്തുള്ളത്. അവരതിലേക്ക് വരുന്നേ ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. തിരിച്ചറിഞ്ഞാൽ മതി, നമ്മൾ ചെയ്യുന്നുണ്ട് ശരി തന്നെയാണ്, കുറച്ചുകൂടി അവരിലേക്ക് കൊടുക്കി. അപ്പൊ നിങ്ങളെ മക്കൾ നിങ്ങളെ ശ്രദ്ധിക്കും. ഞാൻ പാലിയേറ്റീവുണ്ടായ ഒരു അനുഭവം പറയാറുണ്ട് എല്ലാ സ്ഥലത്തും. ഒരു അമ്മ മരിച്ചു, ഒരു വലിയ മുത്തശ്ശി മരിച്ചു. ഞാൻ ആ മുത്തശ്ശി മരിച്ചതിനെ പിറ്റേന്ന് 3-ാമത്തെ ദിവസം ചെല്ലണം. ചെന്ന സമയത്ത് ആ കുട്ടി 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. സ്കൂൾക്ക് പോകാൻ നിൽക്കുന്ന അവളോട് ഞാൻ ചോദിച്ചു, ആ മുത്തശ്ശിനെ അമ്മൂമ്മനെ ആരാ നോക്കിന്? എൻ്റെ അമ്മയെ നോക്കി. അച്ഛനോ? അച്ഛനോ. കട്ടൻ ചായ ഇങ്ങനെ വരിക അമ്മ ഞാൻ കൊണ്ടുവന്ന് ഞങ്ങളെ കയ്യിലേക്ക് ഞങ്ങൾ ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചു കൊടുക്കുമ്പോൾ ഈ കുട്ടി ഇറങ്ങി പോവാ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അമ്മമ്മനെ നോക്കണത് ഇജ്ജ് നോക്കലുണ്ടോ? അമ്മ ശരിക്കും നോക്കലുണ്ടോ? ചിരിച്ചു. ശരിക്കും അമ്മ നോക്കലുണ്ടോ? ചിലപ്പോഴൊക്കെ. പിന്നെ അമ്മ എന്താ ചെയ്യാന്നറിയോ? അമ്മ അകത്ത് കയറി വാതിലടക്കും. ഷോക്കായത് ഞാൻ അതിലല്ല. ഈ കുട്ടി ഇത് പറഞ്ഞു പോയി. സ്വാഭാവികം പല വീട്ടിലും അങ്ങനെ സംഭവിക്കാം. പക്ഷെ ആ ക്ലാസ്സായിട്ട് ചായയിട്ട് ഇങ്ങനെ വന്നിന് അമ്മ ഞാൻ കരഞ്ഞത്. ഇത് ഞങ്ങൾക്ക് കൊണ്ട് ഓരോ ക്ലാസ് കട്ടം തോന്നി. ഞാൻ എന്തിനാ വെച്ചാൽ കരഞ്ഞത് ആ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ പറയാം. അതുപോലെ കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞില്ലല്ലോ. ഞാൻ കരഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, മാഷ ഇങ്ങളൊക്കെ അറിയിട്ടാണ് ഈ എത്ര കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട്? 6 കൊല്ലമായി. ഞാൻ എൻ്റെ വീട്ടിൽ ആകെ 2 തവണയെ പോയത്. ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നു. ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നത്. ഞാൻ എൻ്റെ അമ്മനേക്കാൾ നോക്കിയത് അവരെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ നേരത്തെ എണീക്കും, രാവിലെ നേരത്തെ എണീറ്റാൽ പല്ലേക്കണേന് മുമ്പ്, കാലേക്കണേനും കൈയൊക്കെ കഴിക്കണേന് മുമ്പ് ഞാൻ ചെന്നോ കാലത്തൊക്കെ ഈ അമ്മമ്മൻ്റെ അടുത്ത്. അമ്മമ്മ ഇങ്ങനെ അതിൽ മലവും മൂത്രമൊക്കെ ഉണ്ടാവും. ഞാനെന്ത് ചെയ്യുന്നു, വേഗം അതുകൊണ്ട് വൃത്തിയാക്കും. എന്നിട്ട് തുണി അടിയിൽ വിരിച്ചു കൊടുത്തിട്ട് ഞാൻ വേഗം പോയി പള്ളി വെച്ച് കുളിച്ച് ഫ്രഷാവും. എന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏട്ടനെ വിളിക്കും. ഏട്ടനോട് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഏട്ടനോട് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഏട്ടൻ കുളിച്ച് ജോലിക്ക് പോകാൻ റെഡിയായിരുന്നു. അപ്പോഴേക്ക് ഞാൻ രണ്ടാമത് വരുമ്പോഴേക്ക് എന്തായിട്ടുണ്ടാവും അറിയാം, ഇതിലൊക്കെ ചെറിയ മൂത്രം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ തുണിയാണ് വൃത്തിയാക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, മക്കളെ വിളിച്ചോളത്തുള്ളൂ. എന്നിട്ട് മക്കൾക്ക് വേണ്ട വസ്ത്രവും അവരെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ഞാൻ റെഡിയാക്കും. എന്നിട്ട് മക്കൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഒരു കട്ടൻ ചായ കൊടുത്തിട്ടുണ്ടാവും. മദർസ്ക്ക് സ്കൂൾക്ക് ഇറങ്ങണേന് മുമ്പ് ഞാൻ ഒന്നുകൂടി വൃത്തിയാക്കും. പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കാൻ വേണ്ടി പാത്രത്തിലെടുത്തിട്ട് ഞാൻ അകത്ത് കയറി വാതിലടച്ച് അമ്മക്ക് കഞ്ഞി കൊടുക്കും. അമ്മ പറഞ്ഞൊരു സാധനമാണ് നിങ്ങൾ അറിയേണ്ടത്. അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എൻ്റെ കുട്ടികളോ ഈ വൃത്തികേടൊന്നും എത്തിച്ചിട്ടില്ല. ഞാനതിന് മലമൂത്രക്കായ മണക്കുമല്ലോ, സ്മെല്ലുണ്ടാവുമല്ലോ, മക്കളൊന്നും അറിയണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കുട്ടികളോട് കഞ്ഞി ഒളിപ്പിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഈ കാര്യം ചെയ്യിച്ചിട്ടില്ല. അതിന് കിട്ടി മാഷെ ഇപ്പോൾ അമ്മയുടെ കാര്യം. ഞാൻ എവിടെ പേരൻസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞൊരു സാധനം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പിലായവരൊക്കെ ഉണ്ടെങ്കിൽ പരിചരിക്കണതും പരിഗണിക്കണതും ഈ സാധനങ്ങൾ കാണണം. ഇല്ലെങ്കിൽ ഇവരെന്താ മനസ്സിലാക്കാൻ അറിയാം, അമ്മ ശ്രദ്ധിക്കണില്ല, മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ അവരെന്താ ശരിക്കും മനസ്സിലാക്കുക, അത് ചെയ്യുന്നതും പരിഹരിക്കുന്നതും കാണൂല. നിങ്ങളുടെ മക്കളെ കൊണ്ട് ടോയ്ലറ്റ് കഴിപ്പിക്കുന്ന രക്ഷിതാക്കളൊന്ന് കൈയെത്തിച്ചാണ്. ഇവരുടെ അടിവസ്ത്രം അവരോട് തന്നെ കൈകിപ്പിക്കുന്നവരൊക്കെ കൈയെത്തിച്ചാണ്. പെൺകുട്ടികൾ ആൺകുട്ടികൾ കൈകുന്നവരും കൈയെത്തിച്ചാണ്. 90% നിങ്ങളിങ്ങനെ ചെയ്തെടുത്തോളി. ഇപ്പം നിങ്ങൾ ജീവിതം അവരെ അനുഭവിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. ഓനല്ലേ മുടിയൊക്കെ ഇങ്ങനെ ആക്കി ചൂമ്പ ഓൻ്റെ മുടി സ്പെയ്ക്ക് ചെയ്യാനും, ഓനെന്നല്ല എല്ലാവരും മുടി സ്പെയ്ക്ക് ചെയ്യാനും മറ്റേനൊക്കെ ഭയങ്കര പൈസ വരും. പക്ഷെ അതേ സമയം നല്ലൊരു ബ്രാൻഡഡ് സാധനല്ലേ, അത് മാത്രമേ പള്ളി മാത്രമേ ബ്രാൻഡഡ് ഉള്ളൂ അല്ലേ? അതൊന്നും ഇവര് ചെയ്യൂല. അപ്പൊ ചെയ്യണ്ടേ? ചെയ്യിക്കണം. നിങ്ങളിപ്പോ ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടി വന്നാലേ എന്ത് കരുതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞെന്താ, അത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ അമ്മയുടെയും ഉമ്മയുടെയും ഒക്കെ വില തിരിച്ചറിയാൻ പറ്റും. പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ്. പരീക്ഷ പോലെ അത് കഴിഞ്ഞിട്ടാൽ മതി.
ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. റെഡി റെഡി? ഒരു ക്ലാപ്പ് ചെയ്താ, ഒരു ക്ലാപ്പ് ചെയ്താ. ഒന്ന് ഹായ് പറഞ്ഞു, കൈ ഉയർത്തിയിട്ട് ഹായ് പറഞ്ഞു. ഹായ് ഹായ്, നന്നായിട്ട് പറയണേ, ശരിക്കും പറയണം, കേൾക്കണം ഞാൻ. ഹായ്, ഉറക്ക നല്ല സൗണ്ടില്ലല്ലോ ഇവന്റെ ആയ ശരിക്കൊരായി പറഞ്ഞു. റെഡി? ഹായ്. ഓക്കെ, അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻ്റെ അടുത്ത് അയാളെ മുഖം ചിരിച്ചാൽ എന്തിനാ ഇങ്ങനെ വട്ടി പിടിച്ചോ? ഞാൻ ഈ അച്ഛന്മാരോട് എപ്പോഴും പറയില്ല, അച്ഛന്മാർ ചിരിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് അല്ലേ? ഗൗരവമില്ലെങ്കിൽ അച്ഛനല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അച്ഛൻ എന്ന് പറയുമ്പോ തന്നെ ഒരു ഭീകര എന്നാ പറ്റതാവും വേണ്ട. അതുകൊണ്ട് എന്നോട് എന്റെ മകൻ ചോദിച്ചു, നിങ്ങളെ ലൈനാകാൻ ചോട്ടാപ്പായി ആ സൈനി പിന്നെ കുഞ്ഞാമ്പോ പിന്നെ രണ്ട് കോയ ഓനൊക്കെ കാണ്ടിനിയാണ്. തൊപ്പി എന്ന ചങ്ങായി പൈനടി വന്നില്ല, ഓപ്പം മുറിച്ചു പോയി. നിങ്ങൾ അറിഞ്ഞോ? ഞാറിണ്ടേ, ഞാൻ മറ്റേ ലെവലല്ല. ആ ഈ ചങ്ങായി മൊബൈലിൽ വീഡിയോ എടുത്തോണ്ട് ഓനെ തോന്നി വെക്കുമ്പോൾ പറയാം. അതിന് രസമുള്ള സംഗതി, ഓന് 500 റുപ്യ അയച്ചു കൊടുത്താൽ ഓനെ ഇഷ്ടമുള്ള മാസം ചീത്താണ്. ഇപ്പൊ കുട്ടിയെ മുഹമ്മദ് ഖാൻ മാഷ് കുട്ടികൾക്ക് ഇഷ്ടല്ലേ, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക ആർക്ക്? തൊപ്പിക്ക്. അപ്പൊ ഓന്റെ ലൈവിൽ ഒന്ന് ഒരു കാർത്ത് ഡുണ്ട് ചെങ്ങായിണ്ടായി എത്തിക്കുന്ന സ്കൂള് മാഷ് ഖാനെ അടങ്ങി നിന്നോണ്ട് ഓന്റെ ലൈവിൽ ഒന്ന് ചീത്താറി. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എവിടെ വിടും, അല്ലെങ്കിൽ ആ ലൈവ് കട്ട് ചെയ്തുകൊണ്ട് ഇന്റെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് എന്നെ നാട്ടിക്കുക. എന്നിട്ട് അയച്ചെടുത്ത് 500 റുപ്യ അയച്ചെടുത്തോളൂ ആനന്ദിക്കുക. തൊപ്പി കുട്ടിയണോ? ഞാൻ ആ ചെങ്ങായി നമ്പറൊന്ന് കിട്ടിയാന്ന് വിളിക്കണം എന്ന് വിചാരിച്ചില്ല. അതിന് കുറെ ആരാധകര്, ഭയങ്കര ആരാധകര്. എന്നിട്ട് അതിന് കുറച്ച് ആൾക്കാരെ വാദിക്കുക, എന്താ പിന്നെ പ്രശ്നം? ആലോചിച്ച് നോക്കി, ഓനെ വാദിച്ച ആൾക്കാർ ആരൊക്കെ? ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഈ തൊപ്പിയുടെ ചെങ്ങായി അവന്റെ പിതാവിനോട് മുണ്ടിയിട്ട് 2 കൊല്ലം, ബാപ്പാനോട് മുണ്ടിയിട്ട് 2 കൊല്ലുള്ള ആൾക്കാരെയാണ് ഇവര് വേണ്ടതേ. ചേച്ചിയോ അനിയത്തിയോ അങ്ങനെ ആരോ ഉണ്ട് അല്ലേ? അടിച്ചു ലൈവിലും ഞാൻ ഇന്ന് എന്റെ താത്തയെ അടിച്ചു. അപ്പൊ മക്കൾ കുറെ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, യഹൂദത്തിന്റെ പോക്ക് പരീക്ഷയിൽ ജയിക്കൽ മാത്രമല്ല ജീവിതത്തിൽ ജയിക്കൽ. പരീക്ഷ ജയിക്കാൻ ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് പരീക്ഷകളെ ജയിപ്പിച്ചു തരാം. പക്ഷെ എനിക്ക് പേടില്ല. ജീവിതത്തിൽ തോറ്റു വന്നാൽ ജീവിതത്തിൽ തോറ്റു പോകാതിരിക്കാനാണ് ഞാനിപ്പോൾ പഠിക്കേണ്ടത്. അതാണ് നമ്മളെ ഏറ്റവും പ്രധാനത്തോടും പ്രാധാന്യത്തോടും കൂടി കാണുക. ഓക്കെ, ഒന്ന് നേരെ ഇരുന്നേ. ഇനി മൊബൈൽ ഫോൺ ഒരു 5 മിനിറ്റ് സൈലന്റ് ആക്കുക. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ ക്രൗഡ് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ആളുണ്ടല്ലോ. അതുകൊണ്ട് 3-4 ആൾക്കാർ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യണം. ഗർഭിണികളായിരിക്കും, പ്രഗ്നൻസി പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഒരു പുറത്ത് നിൽക്കണം. ഇതിൽ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ടാണ്. ഓക്കെ. 2, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെറിയ ലഹരിയിൽ ഫോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ ഉപ്പമാരെ പോലെ ഉണ്ടാകുന്നത് എന്തിനാണ് കാണിച്ചാൽ ഈ ജനറേഷനിലുള്ള ആൾക്കാരുടെ ലെവല് വേറെയാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. മൊബൈൽ ഫോൺ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ട്രെൻഡിനനുസരിച്ച് അവർ ഓരോ 1, 2 ഞാൻ ഈ ഒരു പാരന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം. എന്നോട് പറയുന്നു, ചെറിയ ക്ലാസ്സിൽ കുട്ടിയാണ്, മൊബൈൽ ഫോണിൽ തോന്നിയാസ് അടിച്ചു നോക്കി, കണ്ടു, ഞങ്ങൾ പിടിച്ചു, അടിച്ചു. അപ്പോൾ അടിച്ചു. ഞാൻ പറഞ്ഞു, ബാലവേല കമ്മീഷൻ കേസ് നിങ്ങളെ അമ്മമാരെ വിളിച്ചു. അപ്പോൾ കാണിച്ചു ശാന്തി ഇവിടെ കാകം പോയി, നിങ്ങളെ തച്ചിട്ട് എന്താ കാര്യം, എന്തെങ്കിലും കാരണം മൂല കാരണം അന്വേഷിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെ അതങ്ങനെയല്ല പരിഹരിക്കേണ്ടി. ഞാൻ നിങ്ങളൊക്കെ ഒരു ടീനേജ് കഴിഞ്ഞ് പോകുന്നവരാണ് അല്ലേ? നമ്മുടെ ഇപ്പൊ പ്രണയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ഉമ്മ ഭയങ്കര പ്രേമി ഉണ്ടായി ഒരു കാലത്ത്. അന്ന് നമുക്ക് അതൊന്നും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മള് ഈ പിന്നെ
ഞാനൊക്കെ മറ്റേ ഇതിനെ എതിർക്കുന്ന ആളാണല്ലോ, തൊപ്പിനെ. പക്ഷെ എന്റെ കാലത്തെ എന്റെ ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുക്കൂർ. സുക്കൂർ സുന്ദരനാണ് അന്ന് ഓനെയും തൊപ്പി. അന്ന് നമുക്കതാവാം. ഇപ്പൊ കുട്ടികളാണ്. അപ്പൊ അങ്ങനെയല്ലേ. അത് എവിടെ മാറ്റം വരുത്തണ്ടേ? നമ്മൾ കുറച്ചും കൂടി ഒന്ന് രക്ഷിതാക്കൾ ടീനേജുള്ള കുട്ടികളെ നമ്മൾ 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, നന്നായിട്ട് കേൾക്കുക. നന്നായിട്ട് കേൾക്കണം. ഞാൻ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ കൈവരിച്ചാണ്. ആ കേട്ടോളി. ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾ ഹൃദയം തുറന്ന് കേട്ടോളിട്ടോ. ആൺകുട്ടികളും പെൺകുട്ടികളും 2 കാറ്റഗറിയാണ്. ആൺകുട്ടികൾ ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇങ്ങനെയാണ്. ആൺകുട്ടികൾ എങ്ങനെയാണ്? ഇങ്ങനെ അല്ല, എന്നാ കേട്ടോളി. ആൺകുട്ടികൾ ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇങ്ങനെയാണ്. ആൺകുട്ടികൾ ഏതാ കാറ്റഗറി എന്നറിയോ? ആൺകുട്ടികൾ ചുരുക്കി പറയും, ചുരുക്കി കേൾക്കും. എവിടെക്കാണാ പോണേ? ഞാൻ പോയില്ലേ. എന്താ മുടി വെട്ടിച്ച് ഇങ്ങനെ വെട്ടി? ഞാൻ മാത്രം നല്ലത്, എന്റെ അയലോകത്തിൽ സബീറും എന്നെ മുടിയിട്ട് ഓന്റെ മാക്കും ബാപ്പാക്കും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മാത്രത്രേ ഒരു ചോർച്ചിന്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഇതാരോടാ പറയാ? ഉമ്മാനോട്. ബാപ്പാനോടോ? പറ്റോ? നല്ലോ പറ്റിയ പറയും. കണ്ടോ ഇവിടെ പെൺകുട്ടികളോ? പെൺകുട്ടികൾ നേരെ തിരിച്ചാ. ഞാൻ ട്യൂഷൻ സെന്ററിൽ കയറുന്ന കൊടുത്തൊരു പാമ്പിനെ കണ്ടു. സെന്ററിൽ കയറി വരുമ്പോ പാമ്പ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പാമ്പ്. ഒരു വീട്ടിന്റെ അയൽവാസിയായ ആൺകുട്ടി വരുന്നു, പെൺകുട്ടി വരുന്നു. ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഉണ്ണി സാർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ പാമ്പ്. പെൺകുട്ടിന്റെ വാട്സപ്പിൽ വന്നു, ഉണ്ണി സാർ വാട്സപ്പിൽ അയച്ചു. രക്ഷിതാവ് കയറി ചെല്ലുന്ന ഉമ്മ ചോദിക്കണം, എന്റെ സ്കൂളിൽ നിന്ന് പാമ്പുണ്ടായില്ലേ ട്യൂഷൻ സെന്ററിൽ? കേൾക്കണോ? ഞങ്ങൾ പഠിച്ച് പെട്ടെന്ന് കണ്ടില്ല ഒരു പാമ്പ് അങ്ങനെ കണ്ടു നിന്നു. എന്നിട്ട് ഒരു ഊത്ത്. എന്നിട്ടുണ്ടാവും ഞാണ്ടല്ലോ അപ്പണ്ട് മറ്റോട് ശരിക്കും പേടിച്ച് ബെഞ്ചിന്റെ മുകളിൽ കയറുന്നത്. കുറെ കുട്ടികൾ ആർത്ത് അമ്മേ വിളിച്ചോളൂ. ചില ആൾക്കാർ ബെഞ്ചിന്റെ മുകളിൽ, ഡെസ്കിന്റെ മുകളിൽ. ഞങ്ങൾ അങ്ങനെ ആകെ പ്രശ്നം. ക്ലാസ് ആകെ ഡിസോർഡറായി. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര പ്രശ്നം. ഇതേ കുട്ടി വന്ന് കയറി അകത്ത് കയറി ഭക്ഷണം കഴിച്ചോളുമ്പോ ആൺകുട്ടി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവനോട് പറയുന്നു, നിങ്ങളൊക്കെ പാടാ പാമ്പിനെന്തേ കാട്ടിയേ? പാമ്പുട്ടി. ഏത് പാമ്പ്? ക്ലാസ്സിൽ ആ ഒരു ചേരി. ആ ചേരിനെയാണ് നിങ്ങൾ ജീവിച്ചാൽ ഇങ്ങനെ ജീവിച്ച്. ഏതാണ് ആ ചേര? പെൺകുട്ടികൾ പരത്തി പറയും, പരത്തി കേൾക്കും. നിങ്ങൾ ഓലെ കേൾക്കണമെങ്കിൽ 5 സാധനം കുറിച്ചോളി. തന്നെ രക്ഷിതാക്കളെ, നിങ്ങൾ ഇവരെ കേൾക്കുമ്പോ 5 സാധനം നിങ്ങൾക്ക് വേണം. 1, തന്നെ. 2, അയ്യോ. 3, ഈ 3 സാധനം ഇടുമ്പോ തന്നെ ഓല അങ്ങനെ ഇവരോട് ചോദിച്ചിട്ട് എവിടുന്ന ഈ പിന്ന് കിട്ടി? അതിൻ്റെ ഞാൻ അമ്മേൻ്റെ അപ്പനെ മൂത്താപ്പനെ കുട്ടീൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ കടയിൽ ഒരു ഫാൻസി കയറി പിന്നുണ്ട് ചോദിച്ചു. അവിടുത്തെ കാക്ക പറഞ്ഞു പിന്ന് വിടല്ല. അപ്പൊ അടുത്ത കടയിൽ കയറി. അവിടുത്തെ കടയിൽ കയറിയപ്പോൾ ആ കാക്കനോട് പറഞ്ഞു അവിടെ ഇല്ല, ഞാൻ കാരക്കുന്ന് അങ്ങാടി വന്നിട്ട്. അപ്പൊ മറ്റുള്ളൂ തന്നെ. എന്നിട്ട് ഞാൻ അപ്പുറത്തെ കടയിൽ പോയി കടയിൽ പിന്ന് വാങ്ങി അങ്ങനെ കൊണ്ടുവന്ന് കുട്ടിക. എന്നിട്ട് എനിക്ക് വേണം. പെൺകുട്ടികളെ നമ്മൾ നന്നായിട്ട് കേൾക്കണം. ആൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഫസീലേ. ഞാൻ ഉദ്ദേശിച്ച ഉമ്മയാണോ വാപ്പയാണോ? ശരി. ആൺകുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടം ഉമ്മാനോടാണോ വാപ്പാനോടാണോ അച്ഛനോടാണോ അമ്മനോടാണോ? ശരിക്കും എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനോടാ? അമ്മനോട്. അമ്മന്റെ ഈ ഭാഗത്ത് ബാപ്പ ഒന്ന് നോക്കുമ്പോ ഇവിടെ വരെ ഉള്ളിട്ടുണ്ടോ? നിങ്ങൾ ഉള്ളിയാ? നിങ്ങൾ പറയും ഒരു ഫുട്ബോൾ ഒരു കൂട്ടാകട്ടെ, ഒരു കൂട്ടാകട്ടെ. നിങ്ങൾ പറയും. നിങ്ങളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് പറഞ്ഞു ഇവിടെ നുള്ളി കയറിയിട്ടുണ്ടാവും. ആരാ പറയാ? നമ്മള് മെയിൻ പരിപാടി എന്താ? ഇവരാണെങ്കിൽ നേരെ തിരിച്ചാ. ആരുടെ കൂടുതൽ കാര്യങ്ങൾ പറയാം? അച്ഛനെയാണ് സോപ്പിടുക. ടൂറ് പോകണം, കാരണം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ടൂറ് പോകണം. നിങ്ങൾ എങ്ങനെയാ ചോദിക്കാം? അമ്മനോട് പറയോ? അമ്മ ചോദിക്കാം എന്താ? അച്ഛൻ വന്നവർ
ക്ലാസ്സിൽ വന്നപ്പോൾ അവിടുത്തെ ആ ടീച്ചർ ചോദിച്ച എൻ്റെ അച്ഛൻ്റെ മീശ കത്തിമീശയല്ലേ? അച്ഛൻ വെറുതെ മോട്ടറാവും. അച്ഛൻ വെറുതെ കത്തിമീശ ഞാനോ ഏതെന്നാ ടീച്ചർ അപ്പൊ ചോദിക്കുന്നത് തന്നെ ഇങ്ങനെ നിൽക്കും. അച്ഛൻ മോട്ടറായി എന്ന് മനസ്സിലായ പിന്നെ നിങ്ങൾ അടുത്ത പേരുടെ എന്താ കൊണ്ട് പറയില്ല. എങ്ങനെ ഞാൻ വിട്ടിരിക്കുന്നത് 2 ദിവസമാണ്. എന്നാലും ഞാൻ പോയാലോ? ഇതറിയണ അച്ഛൻ ആദ്യം തന്നെ ഇടുന്ന മറുപടി എന്താ? പറയാ എന്തെന്റെ പരിപാടി, എന്തെന്റെ ആവശ്യം? അച്ഛൻ മക്കളെ നന്നായിട്ട് കേൾക്കണം, അമ്മയും നന്നായിട്ട് കേൾക്കണം. അച്ഛനും അമ്മയും തലമുറയിലെ കുട്ടികളെ കേൾക്കാത്തോണ്ടാണ് ഇവർ പലരും മടുത്തിടാം. തുറന്നു കേൾക്കണം. നിങ്ങളെ ആൺകുട്ടികളൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഉമ്മ കൊടുക്കണം. നിങ്ങൾ ഈ ആൺകുട്ടികളെ ഉപ്പമാരോടാണ് അച്ഛന്മാരോട് തലയിൽ കൂടെ പോയി തലവി വെക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സാധനം മനസ്സിലാവും. റെഡി റെഡി. ഒരു 5 മിനിറ്റ് എനിക്ക് നിങ്ങളെ പേഴ്സണൽ ടൈം വേണം. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കണം. റെഡി. നേരെ ഇരിക്കണം. ഭയങ്കര പ്രയാസമായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാമൻ ക്വയറ്റിൽ ഇരിക്കണം. ശരി, തുടങ്ങാം. റെഡി. ഒരു ക്ലാപ്പ് ചെയ്ത് ഒന്നുകൂടി. ഒന്ന് അടുത്ത കൈ വെച്ചിട്ട് അയാളെ മുഖത്തൊന്ന് ചിരിച്ചാണ്. ചിരിപ്പിച്ച കൈമാരെ ചിരിച്ചോ? ഇനി അയാളുടെ ഹായ്. അടുത്തുള്ള ആൾക്കാരുടെ എന്താ പേര്, എന്താ പരിപാടി? ഷാനല്ലേ? എത്ര A+ കിട്ടും? അമ്മമാർക്ക് സംശയം. ഞാൻ ഇപ്പൊ ഡയലോഗ് തിരിക്കണം. ചേച്ചിനോട് A+ കിട്ടുമോ ചോദിക്കണം. വെറുതെ ചോദിച്ചാളി. മുട്ട ഉണ്ടാക്കി, കടല ഉണ്ടാക്കി, ഒരു വിശേഷം ചോദിക്കുന്നതിന് ഒരു പേടി കരുതാണ്. ചോദിച്ചോ? ശരി, ചിരിച്ചില്ലേ? എന്നാ റെഡി. ഒരു ഐസ്ക്രീം ഇവർക്ക് കൊടുക്കട്ടെ? കൊടുക്കില്ലല്ലേ? എന്നാ എല്ലാവർക്കും ഒരു ഐസ്ക്രീം എന്റെ വകയുണ്ടോ? എണീക്കണ്ട. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അപ്പൊ എണീക്കണം, ഉടനെ ഇരിക്കണം. കൂട്ടുകാർ വേറൊരു നല്ല ഇരിക്കണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ ഉപ്പ മോനോട് പറഞ്ഞു, ഉപ്പ എനിക്കൊരു ഐസ്ക്രീം വേണം. നിങ്ങൾ എല്ലാവരും എണീക്ക, എല്ലാവരും ഇരിക്കുക. എന്ത് പറഞ്ഞാൽ ഞാൻ മോനോട് ചെന്ത ഐസ്ക്രീമാ വേണ്ടത്. മോനോട് പറഞ്ഞു പച്ച ഐസ്ക്രീം വേണ്ട, ചുവപ്പ് ഐസ്ക്രീം വേണ്ട, മഞ്ഞ ഐസ്ക്രീം വേണ്ട, നീല ഐസ്ക്രീം വേണ്ട, മഞ്ഞ ഐസ്ക്രീം വേണ്ട, ചോക്കോബാർ. ചോക്കോബാറിന് ഞാൻ മറ്റു സാധനം പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. ശരിയായില്ലേ? ശരി. ഇപ്പൊ കുറച്ച് സ്ഥലമൊക്കെ കിട്ടിയില്ലേ? കുറെ ആൾക്കാർ മുന്നേ കിട്ടി. ഞാൻ കൊണ്ടുപോയില്ല. ഇന്ത്യയാണ് ആട് വെച്ചാ പിന്നെ വേറെ ആരും ടൈപ്പിലാണ്. അതാണ് മാറാൻ. റെഡി. ഫ്രീ ആയിട്ട് ഇരുന്നോളി. നീ ഇരുന്നോ. കാമൻ പോയിന്റ്. ഫ്രീ ആയിട്ട് ഇരിക്കാം. വളരെ ഫ്രീ. കാല് നിലത്ത് വെക്കണേ. തറ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ഞാൻ കാല് വെപ്പിച്ചു. ഇനി കൈ 2 മുട്ടിന്റെ മുകളിൽ വെക്കുന്നു. ശരി. മുട്ടിന്റെ മുകളിൽ ശാന്തമായി. ഈ ട്രോഫി ആരുതാ? അത് പുറത്ത് നിൽക്കുമോ? അതിന് വല്ല മഞ്ചോ മിഠായി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പുറത്ത് നിൽക്കുക. മോളൂസ് സംസാരിക്കരുത് കുറച്ചു നേരം. എനിക്കത് കഴിഞ്ഞാലേ മറ്റേ ഹണി ബണ്ണി ഇതൊക്കെ അറിയാലേ? ഈ പോലത്തിന് കുറയാനുണ്ടേ. ശരി, നമുക്ക് മിഠായി വേണ്ടി പോട്ടെ. ശരി, അവളിങ്ങനെ നടന്നോട്ടെ. ഈ അപ്പുറത്തൊക്കെ കണ്ടുപോവാ. പോകാം. ഇതിന് ഞാൻ പറയുന്ന കാര്യത്തെ ആ ഒരു മൈൻഡ് സെറ്റിൽ കാണുക, വിഷ്വലൈസേഷൻ ഉണ്ടാവുക. തീർത്തും നല്ല രക്ഷിതാവായി മാറും, നല്ല കുട്ടിയായി മാറും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, നല്ല പുറത്തു. വളരെ ആശ്വാസത്തോടു കൂടി ഇരിക്കുക, റിലാക്സ്ഡ് ആവുക, മൈൻഡ് റിലാക്സ്ഡ് ആവുക. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ പുറത്തു. മനസ്സിൽ പറയുക, ഞാനൊരു നല്ല രക്ഷിതാവാണ്, ഞാനൊരു നല്ല രക്ഷിതാവ്. വാ അടക്കുക, മെല്ലെ കണ്ണടക്കുക. കാമൻ ക്വയറ്റ്. മറ്റുള്ളവർ കണ്ണു തുറക്കുമ്പോൾ ഇല്ലേ എന്നുള്ളത് നോക്കണ്ട, ഏത് കാറ്റഗറിയിൽ ആളാണെന്നുള്ളത് ഞാൻ പറയും.
നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തൊരാൾക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൂർണ്ണമായും കണ്ണുകളടക്കുക. ചില ആളുകൾക്ക് കണ്ണുകൾ പൂർണ്ണമായും അടക്കാൻ കഴിയില്ല. അതെനിക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനത്തെ ആളുകൾ. അതല്ലാതെ ചില ആളുകൾ വെറുതെ അടച്ച് അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിൽ പറയാം, ഞാനൊരു നല്ല കുട്ടിയാണ്, ഞാനൊരു നല്ല രക്ഷിതാവാണ്. മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയുക, ഞാനൊരു നല്ല രക്ഷിതാവാണ്, ഞാനൊരു നല്ല കുട്ടിയാണ്. ചുറ്റുമുള്ള ശബ്ദം മാത്രം കേൾക്കുക, ചുറ്റുമുള്ള ശബ്ദം മാത്രം കേൾക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക്, രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മനസ്സിലേക്ക് മാർച്ച് 3-ാം തീയതി പരീക്ഷാ ദിനം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരും. മാർച്ച് 3-ാം തീയതി നടക്കുന്ന പരീക്ഷയിലേക്ക് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയൊക്കെ മനസ്സ് കൊണ്ടുവരും. അവിടെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, എൻ്റെ മകൾക്ക്, എൻ്റെ മകന്, എനിക്ക്, എൻ്റെ കൂടെ പരീക്ഷ എഴുതുന്നവർക്ക് ഒക്കെ നല്ല മാർക്ക് കിട്ടുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മനസ്സിലേക്ക് നിങ്ങളുടെ അയൽവാസിയുടെ മുഖം കൊണ്ടുവരിക. അയൽവാസികൾ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നിങ്ങളുടെ അമ്മയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അമ്മ, അമ്മ, അമ്മ. നമ്മുടെ ഉമ്മ, നമ്മുടെ അമ്മ. ചുക്കിച്ചുളിഞ്ഞ ശരീരം, അമ്മ, അമ്മ, നമ്മുടെ ഉമ്മ. ഇല്ലാതെയാകുമ്പോഴാണ് ഞാനും നിങ്ങളും തിരിച്ചറിയുക, ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ലാതെയാകുമ്പോഴാണ് ഞാനും നിങ്ങളും തിരിച്ചറിയുക, ഉണ്ടായിരുന്നെങ്കിൽ. 5-ാം തീയതി ഒരു കല്യാണത്തിലേക്ക് കുട്ടിയുടെ ഉപ്പ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ആ കുട്ടിയുടെ ഉമ്മ ഒരു ക്യാൻസർ മൂലം മരണപ്പെട്ടു. 5-ാം തീയതി ആ കുട്ടി കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോൾ കൈപിടിച്ചു കൊടുക്കാൻ ഇല്ല, കരയുന്ന കണ്ണീർ തുടച്ചു കൊടുക്കാൻ നമ്മുടെ അമ്മ, നമ്മുടെ അമ്മ. വെറുപ്പാണ് വേണ്ടത്, ദേഷ്യമാണ്. പുതിയ കാലത്തെ കുട്ടികൾക്കൊക്കെ ദേഷ്യം, വെറുപ്പാണ്, കളിയാക്കണം, പരിഹസിക്കണം. എത്ര തവണയാണ് അവൾ പറ്റിച്ച് കളിയാക്കി അടിച്ചിട്ടില്ലേ, ചീത്ത പറഞ്ഞ തല്ലിയിട്ടില്ലേ? നമ്മുടെ അമ്മ, നമ്മുടെ അമ്മ, അമ്മ, നമ്മുടെ അമ്മ. മാറ്റിക്കിടക്കണ ഒരു ദിവസം വരും. അമ്മയെന്ന് നമ്മൾ വിളിച്ചാൽ ശരീരം ഇങ്ങനെ തണുത്തു.
ചൂടുള്ള ശരീരം തണുത്തു പോകുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കും. നമ്മൾ പറയും അമ്മ അമ്മ. നമ്മൾ വലിയ ആളുകളാണെന്ന് തോന്നുന്ന ആൺകുട്ടികളുണ്ട്. ഞാൻ ആരോ ആയി എന്ന് തോന്നുന്ന ആൺകുട്ടികൾ. അവർ തിരിച്ചറിയില്ല. ഹൃദയത്തിൽ നിന്ന് പ്രകാശം പരത്തിയിരുന്ന ആ ഉമ്മയാകുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ കാണാൻ സംസാരിച്ചിട്ടില്ല. അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട ദിവസമായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ദുഃഖമുള്ള ദിവസം. നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയ ഗർഭിണിയായത് മുതൽ അവരനുഭവിച്ച പ്രയാസം. ഒന്ന് തിരികെ അടക്കാൻ, ഒന്ന് മറന്നു കിടക്കാൻ, ഒന്ന് എണീറ്റിരിക്കാൻ, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസം അനുഭവിച്ച നിങ്ങളുടെ ഉമ്മ. 50 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് പുറത്തേക്ക് കിട്ടിയ കുട്ടിയെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും നോക്കാതെ, നിറം നോക്കാതെ, വെളുപ്പ് നോക്കാതെ, കറുപ്പ് നോക്കാതെ, ചുണ്ടിൻ്റെ മൂക്കിൻ്റെ അഴകിൽ നോക്കാതെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ച് നിങ്ങളുടെ അമ്മ മുലയൂട്ടി നിങ്ങളെ വളർത്തി. വിദ്യാലയത്തിലേക്ക് അംഗനവാടിയിലേക്കൊക്കെ ആദ്യത്തെ ദിവസം പറഞ്ഞയച്ചപ്പോഴേ കരഞ്ഞ് കണ്ണീരൊപ്പിയ നിങ്ങൾ ഒന്ന് കൈവിട്ട് നടന്നുപോയ ഒരമ്മയുണ്ട്, ഒരമ്മയുണ്ട്. നിങ്ങൾ കരയുന്നതിനേക്കാൾ സങ്കടത്തിനുള്ളിൽ കരഞ്ഞിരുന്നു അമ്മ. എന്നിട്ട് അവർ നിങ്ങളങ്ങനെ വളർത്തി, നിങ്ങളിങ്ങനെ വളർന്നു. ഓരോ വളർച്ചയിലും നിങ്ങളോട് പറയും പഠിക്കടാ, ചെയ്യണം, മോനെ പഠിക്കടാ, മോനെ പഠിക്കണം. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അത്ര തവണയും അവരെ ചീത്ത പറഞ്ഞു, മനസ്സിലുണ്ട്, കളിയാക്കിയിട്ടില്ല, പറ്റിച്ചിട്ടില്ലല്ലോ, വഞ്ചിച്ചിട്ടില്ലേ, 1000 തവണ വീട്ടിൽ വേറൊരാളുണ്ട്, പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഒരാൾ, അങ്ങ് മണലാരണ്യത്തിൽ കുബൂസ് കഴിച്ച റൊട്ടി കഴിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിൽ കൊണ്ട് ഉരുകി തീരുന്ന ശരീരത്തിന്റെ പേര് പിതാവുകളാണ്. പിതാവ് അയാൾ നിങ്ങളെ സങ്കടപ്പെടുത്തണ്ടാന്ന് 1000 തവണ ചെയ്തത്. ചോദിക്കണതൊക്കെ വാങ്ങിത്തരും. ചിലപ്പോൾ അയാൾ കണക്ക് വെച്ചിട്ടുണ്ടാവും. അയാൾ പറയും, എടാ നല്ലവർക്ക് മുടി വെക്കടാ. മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കുന്ന രീതിയിലാവും. എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, എന്നാലും പറയില്ലേ, ബാക്കിയുള്ളവർ പറയില്ല, ശ്രദ്ധിക്കണ്ടോ, നേരത്തെ എണീക്കണം, പഠിക്കണം, ചെയ്യണം. അച്ഛൻ ഉമ്മമാരെ നിങ്ങളുടെ കൈ പിടിച്ച് തന്ന ഉപ്പയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളങ്ങനെ കല്യാണ പന്തലിലേക്ക് കൊണ്ടുവന്നാക്കിയ നിങ്ങളുടെ ഉപ്പയെന്നാലും ചോദ്യം. അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്നറിയോ, അവളെ സങ്കടപ്പെടുത്തരുത്. അച്ഛൻ നിങ്ങളിങ്ങനെ കരയുന്ന കണ്ണുനീർ തുള്ളികളുണ്ടല്ലോ, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഉപ്പ ഇല്ലാതെയാകുമ്പോൾ, നമ്മുടെ അച്ഛനില്ലാതെയാകുമ്പോഴാണ് നിങ്ങൾ അറിയാം അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന്. അയാൾ വെയിലുകൊണ്ട് അയാൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണ്. ചെറിയ കൂലിപ്പണിക്കാരാണോ, ഒരു ദിവസം പോയി നോക്കണം, അയാൾ അനുഭവിക്കുന്ന വെയിൽ, അയാൾ കൊള്ളുന്ന സങ്കടം,
അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അയാളെ പറ്റിക്കുകയും കളിയാക്കുകയും പൈസ ബാക്കി ചോദിച്ചതിന്റെ പേരിൽ ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വെള്ളത്തുണിയിലേക്ക് ഇങ്ങനെ മാറ്റിക്കിടത്തുന്ന സമയം ഉണ്ടാവുന്നത്. അപ്പോൾ തിരിച്ചറിയും, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒപ്പ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങ് പ്രവാസ ലോകത്തെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് അവർ ജീവിക്കണം. സുഖമൊന്നുമില്ല. വെള്ളം കുടിക്കുമ്പോൾ അവരാലോചിക്കുന്ന നാട്ടിൽ ഇത്ര വെള്ളത്തിൽ വിലയുണ്ടോ, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും കുടിക്കണ്ട. പ്രവാസികളുടെ പെട്ടിയിലേക്ക് ശ്രദ്ധിക്കുന്നവരാണ് ഞാനും നമ്മളും. അച്ഛൻ പറയുന്നത് നമുക്ക് ദേഷ്യല്ലേ? അച്ഛനെത്ര തവണ നമ്മൾ കളിയാക്കി. അച്ഛന് നിറയില്ല, ഭംഗിയില്ല, കുട്ടിയില്ല, എന്തൊക്കെയാണോ നമ്മൾ പറയാറ്. അച്ഛൻ മോഡേൺ അല്ല, അമ്മ മോഡേൺ അല്ല, എൻ്റെ കൂടെ സെൽഫി എടുക്കണ്ട, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ട. ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇഷ്ടല്ല. തല്ലിയിട്ടില്ലേ? തല്ലണമെന്ന് മനസ്സുകൊണ്ട് തല്ലിയിട്ടില്ല. മനസ്സുകൊണ്ട് അമ്മനൊന്ന് തല്ലണം, അമ്മനൊന്ന് അടിക്കണം, അച്ഛനൊന്ന് അടിക്കണം. കുറെ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ ചൂടില്ലാതെ ആവുമ്പോഴേ നിങ്ങൾ അറിയാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ പറഞ്ഞതൊക്കെ നല്ലതിനായിരുന്നു. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ ദുഃഖത്തിലായിരുന്ന. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളോട് അതുകൊണ്ടാണ് പഠിക്കടാ, ചെയ്യടാ, വായിക്കടാ, നോക്കടാ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ വീടുള്ള ആളാണെങ്കിൽ അയാളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ചെയ്യണം. ചില അമ്മമാരുണ്ട്, അച്ഛൻ മദ്യപിക്കുന്ന ആൾക്കാർ, അച്ഛൻ്റെ അടി കൊണ്ടിട്ടേക്കാരം അമ്മമാര് കഷ്ടപ്പെട്ടേക്കാരം അവർക്ക് വേണ്ടി ജീവിപ്പിക്കാരം. എന്നാലും അത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ എപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക? അപ്പോഴേക്ക് മനസ്സിലാക്കപ്പെടേണ്ട ആൾ ഈ ലോകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ചറിയാം, മനസ്സിൽ പറയാം ഞാനൊരു നല്ല കുട്ടിയാണ്, മനസ്സിൽ പറയാം ഞാനൊരു നല്ല രക്ഷിതാവാണ്. വളരെ ആത്മാർത്ഥമായി പറഞ്ഞ് ഞാനൊരു നല്ല രക്ഷിതാവാണ്, വളരെ ആത്മാർത്ഥമായി പറഞ്ഞ് ഞാനൊരു നല്ല കുട്ടിയാണ്. ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. പറയുന്നവർക്ക് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ഞാൻ നല്ല കുട്ടിയാണ്, സോറി അച്ഛ, സോറി അമ്മ, സോറി അമ്മ, ഉപ്പ, സോറി, തെറ്റുപറ്റി, സോറി, ഇനി ഉണ്ടാവില്ല, ഞാൻ നന്നായിട്ട് പഠിക്കട്ടോ, ഇനിയുള്ള 60 ദിവസം ഞാൻ നന്നായിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ 1 മണിക്കൂറാണ് പഠിക്കുന്നത്, 2 മണിക്കൂറാക്കാം. ചിലപ്പോൾ എൻ്റെ മോട്ടിവേഷൻ പോവും. അപ്പോൾ നിങ്ങളെന്നോട് കൂടി ഉപദേശിക്കണേ. ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും, നിങ്ങളൊന്ന് വിളിച്ചുണർത്തണേ. ചിലപ്പം എനിക്ക് അമ്മ എനിക്ക് പറ്റായിട്ടാണ്, നിങ്ങൾ കയ്യിലില്ല, ചിലതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് അറിയണില്ല, എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ഇന്നൊന്ന് മനസ്സിലാക്കണേ. എനിക്ക് ചില വിഷയങ്ങൾ അറിയില്ല കേട്ടോ അമ്മ, അതൊന്ന് മനസ്സിലാക്കണേ. നിങ്ങളെ മാനം കെടുത്താനല്ല, നിങ്ങളെ മോശക്കാരിയാക്കാനല്ല, നിങ്ങളെ മോശക്കാരനാക്കാനല്ല, കയ്യേറ്റം. ഞാൻ പഠിക്കണം, ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടോട്ടെ, പക്ഷെ ശ്രമിക്കണതിൽ ഞാൻ തോൽക്കൂല. മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞോളൂ, ഞാൻ ശ്രമിക്കുന്നതിൽ തോൽക്കൂല, ഞാൻ നന്നായിട്ട് പഠിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ നല്ല ജോലി വാങ്ങും, എൻ്റെ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കും, അവരൊന്നും വല്ലാതെ പ്രയാസപ്പെടുത്തൂല. എൻ്റെ വീട്ടിലുള്ള അനിയന്മാരെയും താത്തമാരെയും ഇക്കാക്കന്മാരെയും ഒക്കെ ഞാൻ സംരക്ഷിക്കും. അവരൊന്നും വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടിക്കൂല. അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ്, അമ്മ ഓട്ടോ ഓടിക്കുകയാണ്, അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ്, ഇല്ല മതി ഞാൻ നോക്കിക്കോളാം. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, നല്ല യാത്രകൾ കൊണ്ടുപോകണം. അവരെ മനസ്സിൽ പറഞ്ഞ് ഞാനൊരു നല്ല കുട്ടിയാണ്, മനസ്സിൽ പറഞ്ഞ് ഞാനൊരു നല്ല രക്ഷിതാവാണ്, ഞാനൊരു നല്ല രക്ഷിതാവാണ്.
ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, ഞാൻ നന്നായിട്ട് പഠിക്കാം, ഞാൻ നന്നായിട്ട് ചെയ്യാം, മനസ്സിലാവർത്തിച്ച് പറയും. എന്താണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞത് അതാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങളൊന്നുമല്ലേ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിന് അതിന് ഉത്തരമുണ്ട്. നിങ്ങൾ നല്ല ആളാണോ ചീത്ത ആളാണോ, നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അതാണ് നിങ്ങൾ. ആരുമില്ലാത്ത നേരത്തെ നിങ്ങൾ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾ. പുറമോടിക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല വസ്ത്രം നല്ല മാന്യനൊക്കെ ആയിട്ട് നടക്കുമെങ്കിലും ഒറ്റപ്പെട്ട സമയത്ത്, വളരെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണ് അതാണ് നിങ്ങൾ. അത് പലപ്പോഴും അച്ഛനറിയില്ല, നമുക്ക് അറിയില്ല. അതുകൊണ്ട് മനസ്സിൽ പറയാ എനിക്ക് പഠിക്കാൻ കഴിയും. ആ മന്ത്രം ഒന്ന് മനസ്സിൽ ആവർത്തിച്ച് പറയാം, എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ ഫുൾ A+ വാങ്ങിക്കും. എന്തിനാണോ നിങ്ങളിങ്ങനെ അങ്ങനെ സ്വപ്നം കാണാതിരിക്കണത്? ഫുള്ള് കിട്ടുന്ന തന്നെ ധൈര്യമായിട്ട് പറഞ്ഞോളി. അപ്പോഴും നിങ്ങളിങ്ങനെ വെറുതെ പറയാം എനിക്ക് കിട്ടൂല, അങ്ങനെ പറയണ്ട. മനസ്സിൽ എനിക്ക് കിട്ടും തന്നെ പറയാ. എന്താണോ നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നത് അതാണ്. ഞാൻ ഹിപ്നോട്ടിസത്തിലാണ് വേൾഡ് റെക്കോർഡ് നേടിയത്. ലോക റെക്കോർഡ് നേടിയത് 11 മിനിറ്റ് കൊണ്ട് 21 ആളുകൾ മനസ്സ് വായിച്ചു. 21 ആളുകളിൽ 9 പേരും നെഗറ്റീവ് മൈൻഡുള്ളവരായിരുന്നു, ബാക്കി 12 പേരും പോസിറ്റീവ് മൈൻഡുള്ളവരായിരുന്നു. മൈൻഡാണ് നിങ്ങളാക്കി മാറ്റി. അമ്മമാരും അങ്ങനെ, ഉമ്മമാരും ഉപ്പമാരൊക്കെ അങ്ങനെ. എൻ്റെ മക്കൾ നന്നാവില്ല എന്ന് കരുതേ വേണ്ട, എൻ്റെ മക്കൾ നന്നാവും. എൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണെന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാണ് നിങ്ങളെ കുട്ടികൾ നന്നാവും. ആവർത്തിച്ച് പറയണമെന്നേ മനസ്സിൽ പറയും. എൻ്റെ കുട്ടിയെ സംരക്ഷിക്കും, എന്നെ നോക്കും, എനിക്ക് പണം തരും, എന്നെ സംരക്ഷിക്കും, നല്ല രീതിയിൽ അവർ ജീവിക്കും. മനസ്സിലാവർത്തിച്ച് പറഞ്ഞു നല്ല ശ്വാസം നന്നായിട്ട് എടുക്കാൻ. 2 കൈയും തമ്മിൽ നന്നായിട്ട് കൂട്ടി വരുന്നത് നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് കൂട്ടി. ആൺകുട്ടികളും പെൺകുട്ടികളും അമ്മമാരൊക്കെ നന്നായിട്ട് കൈ 2 കൂട്ടി എഴുതി നന്നായിട്ട് കൂട്ടി വരും. ഇനി നെറ്റിയിലും കവിളിലും മുഖത്തൊക്കെ എന്ന് വെച്ചാൽ നെറ്റിയിലും കവിളിലും 2 കൈയും നെറ്റിയിലും കവിളിലും മുഖത്തും ഒക്കെ. നെറ്റിയിലും കവിളിലും മുഖത്തും ഒക്കെ. ഇനി നേരെ ഇരിക്കുക. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓപ്പൺ യുവർ ഐസ്. ഇനി കുട്ടികളെല്ലാവരും എണീക്കുക. അമ്മയുടെ അടുത്ത് പോവുക, ഓരോ ഉമ്മ കൊടുക്കാം. ഉപ്പയുടെ അടുത്ത് പോവുക, ഒരു ഉമ്മ. റെഡി 1 2 3 സ്റ്റാർട്ട്. വേഗം എണീക്കുള്ളൂ. ഞാൻ കെട്ടിപ്പിടിച്ചു പോയിട്ട് ഒരു ഉമ്മ കൊടുത്താണ്. വേഗം എണീക്ക മക്കളൊക്കെ എണീക്കും. വേഗം ഓരോ എണീറ്റോ. ആ കുട്ടികളൊക്കെ എണീറ്റ് പോയിട്ട് അവരുടെ ഉമ്മ ഫാൻ സാധനം അതുപോലെ ഒരു ട്രെൻഡാണ്. നമ്മൾ പലപ്പോഴും ഓരോ മുടിമക്കാൻ നോക്കണം. ആ മുടിമക്കളുടെ തലമുക്കും തലച്ചോട്ട് നോക്കിയാൽ മതി. വെറുതെ അത് നോക്കിയിട്ട് ഓരോ ചീത്തറേണ്ട. പാവങ്ങളെ സാധുക്കളെ കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളാണ്. വളർത്തെടുക്കുന്നതും കൊച്ചെടുക്കുന്നതിനനുസരിച്ച് വേഗം വന്നിരുന്നു കരഞ്ഞോളി കുഴപ്പമില്ല. ഇന്ന് അമ്മ എവിടെ അപ്പുറത്തെ സ്ഥലമുണ്ട്. എനിക്ക് അമ്മമാർക്ക് ഇനി ഒരു 5 മിനിറ്റ് കൂടി മതി. ഞാനിത് എൻ്റെ പേര് ഓക്കെ. ഞാനേ ചോദ്യതാണ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ നോക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി പ്ലീസ്. മോൻ എത്ര ദിവസമായി ഉണ്ടാവുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഉപ്പമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൈവരിച്ചത് വേണ്ട. ഉപ്പമാരെ അച്ഛന്മാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ ആൺകുട്ടികൾ മാത്രം കൈവരിക്കും. 1 2 3 4 അതിനൊരു ചടപ്പൊന്നും വരുന്നത്. യാത്ര വിൽപ്പുണ്ട് 1 ഇത് ചെയ്യണ ഏറ്റവും വലിയ സുഹൃതങ്ങളിലൊന്നാണ്. അതിന് ബാക്കി ആൾക്കാർ കളി തോന്നും. ചില പൊടി ഉപയോഗിക്കുന്ന ആൾക്കാരറിയാം എത്തന്നെ കോലം. അവരല്ല നിങ്ങളെ പോയി സംരക്ഷിച്ച് വളർത്തി വലുതാക്കുന്നത്. ആ വെയിലുള്ള മനുഷ്യനാണ്. അയാളൊക്കെ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ വിചാരിച്ചു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, സാധാരണ ജോലിക്കാർ, അല്ലെങ്കിൽ ഓഫീസ് ജോലിക്കാർ, ടീച്ചർമാര്, ഇവിടെയൊക്കെ മക്കളൊക്കെ പറയുള്ളൂ എൻ്റെ അച്ഛനോട് വെയിലുള്ളൂ. അയാൾ എടുക്കണ എഫോർട്ട് അറിയണമെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിയുടെ സ്ഥലത്തിന് പോയി വെക്കും. ഇനി ചില ആൾക്കാർ ഭയങ്കര ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതില് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മക്കളൊക്കെ കൈവന്നിച്ച് എന്തെങ്കിലും കച്ചവടം ബിസിനസ് ഒക്കെ ചെയ്യണം. ഉപ്പമാര് അച്ഛന്മാര് കഷ്ടപ്പാടിന്റെ അടുത്ത ദിവസത്തിന് ടെൻഷനാണ്. ഞാൻ ഈ അച്ഛന്മാരുടെ ഉപ്പമാരുടെ പപ്പുകൾ പറയുമ്പോൾ ചിരിക്കണം. കാരണം എന്താണെന്നറിയാം, ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ കിട്ടിയും അയാൾ പോയി കുറേ ബാക്കിയിട്ട് അയാൾ പോകണം.
ആ ആൺകുട്ടിനോട് ചിരിക്കുന്നുണ്ട് ചെയ്യാതെ ആൺകുട്ടികളൊക്കെയാണ് ആൺകുട്ടികളോട് തിരിച്ച് ചിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ പറഞ്ഞുകൊണ്ടെന്ന് ഇത്രയേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ എത്ര ഈ ഉപ്പമാരോടൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ച് ഓവർ ടെൻഷൻ അടിച്ച് അരീക്കോടൊക്കെ ഈ പറഞ്ഞൊരു സ്ഥാപനമാണ് കണ്ണ് കാണാൻ ഇതൊരു മനുഷ്യൻ അവിടെ പേര് ശ്രീധരൻ എന്നാണ് ഓർമ്മ. തിരുവനന്തപുരക്കാരനാണ്, പ്രവാസി, കുറെ കാലം ഗൾഫിലൊന്നും. പെട്ടിയൊക്കെ കെട്ടി ഇങ്ങോട്ട് പോരുക, നാട്ടിലേക്ക് പോരുക, പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി 5-6 ദിവസം കൊണ്ട് പോയി. രാത്രി കിടന്നുറങ്ങി, രാവിലെ നീച്ച് ഇയാള് ബാത്റൂമിൽ പോയി. പ്രവാസികളുടെ പ്രത്യേകത എന്താ, അവിടെ റൂമിൽ ലൈറ്റ് ഇടില്ല. ഇരുട്ടായതുകൊണ്ട് ഇയാൾ ലൈറ്റ് ഇട്ടു, അകത്ത് കയറി ടോയ്ലറ്റ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടിട്ട് ഇയാൾക്ക് ശരിക്കും കാണില്ല. ഞാൻ പുറത്ത് ഇറങ്ങി ടോയ്ലറ്റ് ആ മെയിൻ സ്വിച്ച് അട്ട. അപ്പോൾ ആൾക്കാരൊക്കെ ഇടില്ല, എന്താ ഈ ലൈറ്റ് ഉണ്ട് എങ്ങനെ ഇടാൻ പാടില്ല, എല്ലാവരും ഒന്ന് കിടക്കുമ്പോൾ എനിക്ക് അറിയാൻ പോകും. അല്ല ഒന്നും എനിക്ക് കാണില്ല, കാണില്ല. ഈ നട്ട ശരി 12 മണിക്ക് കാണില്ല. അത് ലൈറ്റ് ഇടണമെങ്കിൽ കാണില്ല, ലൈറ്റിനും കാണില്ല. ഇരിക്കുക, നാളെ ഇരിക്കും. കൂടെ ഒരു അഷറഫ് പറഞ്ഞ ആളുണ്ടായി. അയാളാണ് ഇപ്പോൾ ഉള്ളിൽ നട്ടിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഡോക്ടറെ കാണിക്കുക. ശരിയായിട്ട് ശരിക്കും കാണില്ല, ഇല്ല വേറെ ഹോസ്പിറ്റൽ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് പ്രഷർ കൂടി, കാഴ്ചൻ്റെ 70% പോയി. കരഞ്ഞാണ്. ഭാര്യ വിളിച്ചു പറഞ്ഞു. ഭാര്യ 2 കുട്ടിയാണ്. പെൺകുട്ടി 10ാം ക്ലാസ്സിലാണ്, ആൺകുട്ടി 6ാം ക്ലാസ്സിലാണ്. തിരിച്ചു പെട്ടി കെട്ടി 6 ദിവസം കഴിഞ്ഞ് വരേണ്ട ആളെ നാട്ടുകാരൊക്കെ പാടുള്ള ആൾക്കാരൊക്കെ കൂടി ടിക്കറ്റ് ഇട്ട് കൊടുത്തു കയറ്റി. അപ്പം അയാൾ പറഞ്ഞത് ഭാര്യ മക്കളും കയ്യിലുള്ള പൈസ തീർന്നപ്പോൾ പിന്നെ അയാളൊരു യാത്ര ഇങ്ങനെ പൂണേനടിയിൽ തിരൂരെത്തിയപ്പോൾ നല്ലൊരു സ്മെല്ല് ഭക്ഷണത്തിന്. വെള്ളം എടുക്കാൻ വേണ്ടി തിരൂർ സ്റ്റേഷനിൽ ഇങ്ങനെ കുപ്പിയിട്ട് ഇറങ്ങിയപ്പോൾ ട്രെയിൻ പോയി. കയ്യിലുണ്ടായിരുന്ന പൈസ അടുത്തുള്ള ഒരാൾ പറഞ്ഞു കണ്ണാനാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അയാൾ ഇവിടെ എത്തി. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 24 ആളാണുള്ളത് അന്തേവാസി, 23 വീടുകളുണ്ട്. ഒരാളെ കാണാനില്ല. ഞങ്ങൾ ചോദിച്ചു എന്താ ഒരാൾ വരാത്തത്. അപ്പം അയാളെ കുറിച്ച് മറ്റേ ആൾ പറഞ്ഞത് ചിലപ്പോഴൊക്കെ അയാൾ വരലുള്ളൂ, അയാളങ്ങനെ വരുന്നൊന്നും ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് അയാൾ മിണ്ടണില്ല എന്നറിയാൻ വേണ്ടി ഞാൻ അയാൾ കൈ ഇങ്ങനെ വിളിച്ചു സംസാരിച്ചു. ഇതാരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് ഖാനാണ്, ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നത്. ആദ്യത്തിലൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുക വെച്ചു? ഒന്നുമില്ല. നിങ്ങളെന്താ മോൾക്ക് വരാത്ത? ഒന്നുമില്ല. അപ്പം ഞാൻ അയാളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ അയാൾ പറഞ്ഞ സംഭവം അയാളോട് പറഞ്ഞു രാത്രിയാവുന്നത് പേടിയാണ്. എന്താ നിങ്ങൾക്ക് ഉറക്കില്ല? എന്താ മാഷേ ഉറങ്ങിയ നേരം വെളുക്കുമ്പോഴേക്ക് ബാക്കിയുള്ള ഒരു 10% കാഴ്ച കൂടി ഉണ്ട്, അതുകൂടി പോകുമെന്നുള്ള പേടിയിലാണ്. നമ്മൾ വീട്ടിൽ പോയപ്പോൾ ഇല്ല. എന്താ പോകാത്തത്? ഭാര്യയായി മക്കളായി ഒരു വീട്ടിലുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ മോളിനോട് പറഞ്ഞതാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ഇത്ര കാലം അച്ഛനായിങ്ങൾ നിന്നിട്ട് എൻ്റെ കൂടെ ജീവിച്ചത് 2-3 മാസമാണ്. 2-3 മാസം ഉണ്ടായിരുന്നു. ലീവ് കിട്ടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ 1 മാസം 2 മാസം ലീവ് കിട്ടും. 2 മാസം നാട്ടിൽ പോയി. 20 കൊല്ലത്തെ പ്രവാസി ജീവിതം അവസാനിച്ച മനുഷ്യൻ ഈ ഭൂമിക്ക് തിരിച്ചു വന്നപ്പോൾ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അയാൾക്ക് കിട്ടിയത് നമ്മള് കുട്ടികൾക്ക് മൂല്യബോധം കൊടുക്കുക. ഒരമ്മനോട് വന്നുകൊണ്ട് പറഞ്ഞു മാഷേ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ ആണ്. നമ്മൾ നിങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ട, എനിക്ക് സന്തോഷമില്ല. പക്ഷെ ആ കുട്ടിനോട് വന്ന് പറഞ്ഞെന്താ പറയാ, അമ്മ തോറ്റില്ലേ ഞാൻ ജയിച്ചു. എന്തേ അമ്മയോട് കരയാൻ തുടങ്ങി. കരഞ്ഞു കുറേ ആയപ്പോൾ ഞാൻ നമ്മൾ കരയണ്ട, എനിക്ക് പേടിയായി. നമ്മൾ കരയണ്ട നിങ്ങൾ പറഞ്ഞു. ഞാൻ SSLC തോറ്റ ആളാണ്. ഞാൻ എങ്ങനെ തോറ്റെന്ന് അറിയുമോ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയംകാരിയാണ്, തൃശ്ശൂരാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത്.
അപ്പൊ ആ അമ്മ പറയാ, ഞാൻ ജയിച്ചു ജീവിതത്തിൽ, ഇവിടെ ജയിച്ചപ്പോ സത്യത്തിൽ ഞാൻ തോറ്റിരിക്കുകയാണ്. എപ്പോ? പരീക്ഷയിലും ജീവിതത്തിലും. അതെന്തേ? ഞാൻ പരീക്ഷ തോറ്റത്, ഞാൻ സ്കൂൾക്ക് പോയി രണ്ടാമത്തെ പരീക്ഷ SSLC പരീക്ഷന്റെ ഒന്നാമത്തെ പബ്ലിക് എക്സാമിന് മലയാളം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം മലയാളം സെക്കൻഡ് എഴുതി. അത് കഴിഞ്ഞ് ഒരു എൻഡിലെത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓട്ടോറിക്ഷയിൽ വന്നു. ചാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അയാൾ വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പോയി, വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരുന്നു. പന്തലൊക്കെ വലിച്ചിട്ടുണ്ട്, പായ വലിച്ചിട്ടുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാം. എൻ്റെ അച്ഛൻ, എൻ്റെ ചാച്ചൻ ഒരു റബ്ബർ മരത്തിന് മുകളിൽ ഇങ്ങനെ ചാരി എന്നെ അങ്ങനെ നോക്കുന്നു. ഞാൻ വന്നപ്പോൾ എന്നെ കെട്ടി പിടിച്ചിരുന്നു. അമ്മ പോയി എന്ന് പറയുമ്പോൾ ഞാൻ വീണു. പിന്നെ പോകുന്നൊന്നുമില്ല. സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി കല്ലറയിലേക്ക് ഇങ്ങനെ ഇറക്കുന്നതിന് മുമ്പ് പെട്ടി ഇങ്ങനെ തുറന്നിട്ട് ആ മുഖത്ത് വെച്ച കറച്ചിട്ടല്ല ടവല് മാറ്റിയിട്ട് എന്നോട് പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തോ. ആ നിമിഷം എനിക്ക് ഓർമ്മ. പിന്നെ 3-4 ദിവസം ഞാൻ പോയിട്ടില്ല. ചെറിയ അനിയനായിരുന്നു ഉണ്ടായിരുന്നു. അവനൊറ്റക്കാക്കിയപ്പോൾ പോകാൻ തോന്നിയില്ല. ഞാൻ പോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം കഴിച്ച് ഈ തൃശ്ശൂർ ചാലക്കുടിയിലേക്കാണ്, ചാവക്കാട്ടിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചടിച്ചത്. ഞാൻ ഇവിടെ എത്തി. പറയുന്നതിന് ഒരു വ്യക്തത എനിക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മോള് SSLC ജയിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങും. നേരത്തെ കിടന്നുറങ്ങും. 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. അലാറം വെക്കും, വിളിച്ചോണ്ട് കട്ടൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ചില ദിവസം ഞാൻ കൂടെ ഇരിക്കും, ചില ദിവസം ഞാൻ ഒപ്പം ഇരിക്കും. പക്ഷേ അവൾ SSLC ജയിച്ചിട്ട് ആ പ്രിന്റിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ജയിച്ചു, നിങ്ങൾ തോറ്റാളാണ്, നിങ്ങൾ മിണ്ടരുത്. മാഷേ ആരാ ശരിക്കും? ഞാൻ ആ മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോക്കത് മനസ്സിലായി. മോള് പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. അച്ഛനും അമ്മയും അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ നിങ്ങൾ അറിയണം. അപ്പൊ ആ അമ്മ മോളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് മോളോട് ദേഷ്യം പിടിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിയെ കണ്ട സത്യത്തിൽ മകൾക്ക് അത്ര ദേഷ്യം. സയൻസ് പഠിക്കുന്നുണ്ട്. അമ്മനോട് പറഞ്ഞു, ഞാൻ ആർക്ക് വേണ്ടിയാണോ പിന്നീട് പ്രവർത്തിച്ചത് അവർക്കത് തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ അച്ഛനും അമ്മേനെ നിങ്ങളെ നോക്കിയാൽ ആ ചങ്ങന്മാര് നിങ്ങൾക്ക് വേണ്ടി തിരിച്ചറിയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ SSLC ജയിച്ചു കൊടുക്കാനില്ല. തോറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റോട്ടെ, എന്നാലും നിങ്ങൾ ജയിച്ചില്ല. തിരിച്ചറിഞ്ഞാൽ മതി. ഞാനിതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരെ പ്രശ്നം അതല്ല. അവരച്ഛനമ്മമാരായി എന്ന് കാണുന്നത്. ഒരു കുട്ടി എന്നോട് കണ്ടപ്പോൾ അമ്മ എന്നെ കുട്ടീനെ കൊണ്ടുവന്ന് നിർത്തി എന്നോട് നമ്മളെന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഇന്ന് അടിക്കുമ്പോൾ ആയിക്കോട്ടെ. ഞാൻ ആ കുട്ടീനെ വിളിച്ചു. കുട്ടീനോട് കുറേ നേരം സംസാരിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ അടിക്കില്ല. എപ്പോഴടിക്കില്ല? കുറേ നേരം കഴിഞ്ഞ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടിയപ്പോൾ കുട്ടിയെ പുറത്ത് നിർത്തി. അമ്മനെ വിളിച്ചു. അമ്മനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയെ തല്ലിയിട്ടുണ്ടോ? എൻ്റെ പെറ്റമ്മയെ ഞാൻ തല്ലിയിട്ടില്ല, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ തല്ലിയിട്ടില്ല. കിട്ടും, തിരിച്ചു കിട്ടും. മോളോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് കിട്ടാതിരിക്കണമെങ്കിൽ മാപ്പ് പറഞ്ഞു. അമ്മക്ക് ഏതായാലും തെറ്റ് സംഭവിച്ചു, എനിക്ക് കിട്ടാതിരിക്കാൻ മാപ്പ് പറഞ്ഞു. തിരിച്ചറിയുക. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. SSLC പരീക്ഷ നിങ്ങൾ ജയിക്കും, തർക്കവുമില്ല. പക്ഷെ നല്ല മാർക്കിൽ ജയിക്കണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഗുരുത്വവും വേണം. അത് മാത്രം പോരാ, നന്നായിട്ട് പഠിക്കണം. പുതിയ കാലത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ മതി. പുതിയ കാലത്ത് വരാൻ പോകുന്ന ടെക്നോളജിയും ചേഞ്ചും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. പഠിക്കുന്നവർക്ക് ഇന്റലക്ച്വൽ പ്രോസസ്സിനാണ് ഈ ഭയങ്കര ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സാധനം. പുതിയ കാലത്ത്
കച്ചവടം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ, അത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ടെക്നോളജി, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അല്ലേ, വയനാട് ചുരൽമൺമുണ്ടക്കലൊക്കെ ഉണ്ടായി. അത് തിരിച്ചറിയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കുട്ടികൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം പാറ്റന്റ് ഏറ്റെടുത്തൊരു ടീം ഇത് കോടികൾക്ക് അവർ കൊടുക്കണം. ഒരു കയ്യിൽ പൈസ ഉണ്ടായിട്ടാണ് കുട്ടികൾ ചെയ്തത്? അല്ല, അവരുടെ ബുദ്ധിക്കാണ് പ്രാധാന്യം. ഇന്റലക്ച്വൽ പ്രോസസ്സ് വേണം. ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും വേണം, അത് വേണം. നിങ്ങൾക്ക് കഴിവുണ്ട്, ഇഷ്ടം പോലെ കഴിവ്. നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, എന്നിട്ട് എന്തൊക്കെ മേഖലയുണ്ടാകും. ഞാൻ വേൾഡ് റെക്കോർഡ് നേടി വലിയ സ്കിൽ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ആ മേഖലയിൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. നിങ്ങളും തിരിച്ചറിയാം, നന്നായിട്ട് പഠിക്കണം. മാഷന്മാരും ടീച്ചർമാരും എപ്പോഴും പറയും ട്യൂഷൻ. ഇപ്പോൾ നൈറ്റ് ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ പേരൻസിനോട് പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ കൊടുക്കണം, സമയം കൊടുക്കണമൊക്കെ വേണം. ശരി, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നത് തിരിച്ചു കിട്ടും കിട്ടൂലേ എന്നുള്ളത് നിങ്ങളുടെ ചിന്തക്കനുസരിച്ചാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് അവർക്ക് കൂടി ബോധ്യപ്പെടുത്തണം. നൈറ്റ് ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ അവരെ കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചില സമയങ്ങളിൽ നമുക്ക് വിളിച്ചോണ്ടാവും, നന്നായിട്ട് അവരെ പഠിപ്പിക്കുക. ഏറ്റവും ആത്മാർത്ഥമായിട്ട് അവർ പഠിക്കട്ടെ, ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്യട്ടെ, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടോട്ടെ. ക്ലാസ് എടുത്ത ആളുടെ പേര് മുഹമ്മദ് ഖാനാണ്, കാവനൂർ സ്വദേശിയാണ്. ഇളയൂർ തിങ്ങന UP സ്കൂൾ അധ്യാപകനാണ്. മക്കളുടെ പേരല്ല. എൻ്റെ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആരാണ്. ഒരു ടീച്ചറിൻ്റെയും അപ്പുറത്തുള്ള മക്കളുമായിട്ട് ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഞാൻ ആരാണ്. മക്കൾ നമ്മുടെ പോസിറ്റീവ് സൈഡല്ല കാണുക, നെഗറ്റീവ് സൈഡ് മാത്രമാണ് കാണുക. ചില പേരൻസിൻ്റെ എങ്കിലും നെഗറ്റീവ് സൈഡ് മാത്രം തിരിച്ചറിഞ്ഞ് കുട്ടികൾ നെഗറ്റീവായി പോകാറുണ്ട്. പലപ്പോഴും അവരത് പോസിറ്റീവായി തിരിച്ചറിയുമ്പോൾ ജീവിതം രക്ഷപ്പെട്ടുള്ളൂ. പഠിക്കണം, നന്നായി പഠിക്കണം, നന്നായി പഠിക്കണം. ജീവിതത്തെ തിരിച്ചറിഞ്ഞ് പഠിക്കുക. ഉമ്മ കൊടുക്കുക, കൂട്ടുക, ഉണ്ടാവുക. അച്ഛനെയും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുക, കൂട്ടുക, ഉണ്ടാവുക, കൂട്ടുക, കൂട്ടുക. ഒരു പിള്ളേയും വാരി കൊടുക്കരുത്. കൂട്ടുക, ഉണ്ടാവണം, ഉണ്ടാവണം, ഉണ്ടാവണം. ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ കൂടെ ഉണ്ടാവണം. മക്കളെ പ്രതിസന്ധിയിലാവുമ്പോൾ രക്ഷിതാക്കൾ കൂടെ ഉണ്ടാവണം. ഉണ്ടാവുക, കൂട്ടുക, ഉമ്മ കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ആൾക്കൂട്ടത്തിലെ തലകളാവരുത് കേട്ടോ, ആൾക്കൂട്ടത്തിലെ തലകളാവരുത്. പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാം, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാം. ആൾക്കൂട്ടത്തിലെ തലകളാവരുത്, ആൾക്കൂട്ടത്തിലെ തലച്ചോറാവണം. തലച്ചോറ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.